രണ്ടാമത്തെ പടി ചവിട്ടിയപ്പോഴും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടി ചവിട്ടിയപ്പോഴും അവരിൽ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ പതിവിന് വിപരീതമായി അത് 3 ആമീൻ പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഉടൻ എന്നോട് പറഞ്ഞു, ഖുൽ ആമീൻ, നീ ആമീൻ എന്ന് പറയണം. പ്രവാചകരെ താങ്കൾ ആമീൻ എന്ന് പറയണം. എന്നിട്ട് പറയണം, മൻ അദ്റക റമദാൻ, ഒരാൾക്ക് റമദാൻ വന്ന് കിട്ടിയിട്ട് ഫലൻ യുഗ്ഫർ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ റഗമ അൻഫഹു, അവൻ മൂക്കുകുത്തി നരകത്തിലേക്ക് വീഴട്ടെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു അവനെ അകറ്റിക്കളയട്ടെ. ഖുൽ ആമീൻ, ആമീൻ പറ എന്ന് മലക്ക് ജിബ്രീൽ എന്നോട് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ആമീൻ എന്ന് പറഞ്ഞതാണ്. ആരാ ദുആ ചെയ്യുന്നത്? റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അറിയാതെ പോലും തെറ്റുകൾ വന്നു പോകാത്തവരാണ്. ലാ യഅ്സുന അല്ലാഹ മാ അമറഹു വയഫ്അലുന മാ യുഅ്മറൂൻ. എന്താണോ അല്ലാഹു കൽപ്പിച്ചത് കൃത്യമായി ചെയ്യുന്നവരും, അറിയാതെ പോലും അല്ലാഹുവിനെ ധിക്കാരം കാണിക്കാത്തവരുമായ, അനുസരണക്കേട് കാണിക്കാത്തവരുമായ മലക്കുകളുടെ നേതാവ് റൂഹുൽ അമീൻ ദുആ ചെയ്യുന്നു. മഹാനായ ഹബീബുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയും. ആമീൻ അല്ലാഹു കബൂൽ ചെയ്ത് കഴിയും. അതിന്റെ അർത്ഥം എന്താണ്? ഒരു റമദാൻ എനിക്കും നിങ്ങൾക്കും വന്ന് കിട്ടിയിട്ട് നമ്മുടെ പാപങ്ങൾ മുഴുവനും ശുദ്ധമാകാതെ പൊറുക്കപ്പെടാതെ ഈ റമദാൻ കടന്നുപോയെങ്കിൽ നരകത്തിലേക്ക് കടക്കൽ മാത്രമല്ല, മൂക്കുകൂട്ടി നരകത്തിലേക്ക് എറിയട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറയുന്ന എനിക്കും അത് ആദ്യം ബാധകമാണ്, ഈ കേൾക്കുന്ന നിങ്ങൾക്കും അത് ബാധകമാണ്. രണ്ടാമത്തെ പ്രാർത്ഥന അറിയാമല്ലോ അല്ലെ? ഒരു സ്ഥലത്ത് വെച്ച്, ഒരു സദസ്സിൽ വെച്ച് താങ്കളെ ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട്, മുഹമ്മദ് റസൂലുള്ളാഹി താങ്കളെ ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് ഫലം യുസല്ലി അലൈക, താങ്കളുടെ മേൽ അയാൾ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവനെയും അല്ലാഹു ഇതേപോലെ മുഖകുത്തി നരകത്തിലേക്ക് എറിയട്ടെ. ആമീൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹി. മൂന്നാമത് പറഞ്ഞു, മൻ അദ്റക വാലിദൈ, ഒരാൾക്ക് മാതാപിതാക്കളെ കിട്ടി. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾ തിലാഹുമ, രണ്ടിൽ ഒരാളോ അഹദുമ, അതിൽ ഒരാളോ നമുക്ക് കിട്ടിയിട്ട് അല്ലാഹു അയാൾക്ക് സ്വർഗം കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു അവനെ മൂക്കുകുത്തി നരകത്തിൽ എറിയട്ടെ. അപ്പോ വൃദ്ധരായ മാതാപിതാക്കൾ, വാപ്പയോ ഉമ്മയോ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ പടച്ചോനെ ആർക്കും വേണ്ടാത്ത 2 സാധനങ്ങൾ എന്റെ തലയിൽ. പക്ഷെ അള്ളാന്റെ തിരുതരോട് അള്ളാഹ് അറിയിച്ചു കൊടുത്ത വർത്തമാനത്തറിയോ, എടോ നിനക്ക് സ്വർഗം കിട്ടാനുള്ള മുതൽ അത് രണ്ടും, അത് നന്നായി പരിചരിച്ച് നീ സ്വർഗം വാങ്ങിക്കോ. അങ്ങനെ സ്വർഗം വാങ്ങാൻ കഴിയാത്തവനെ അള്ളാഹ് മൂക്കുകൂത്തി നരകത്തിലേക്ക് അറിയട്ടെ. നമുക്ക് അത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ വാപ്പയുമായി ജീവിച്ചിരിപ്പുണ്ട്. ആ വാപ്പയുമായി നല്ലോണം സേവനം ചെയ്യുന്ന ഒരു മോനായി എന്നെയും നല്ല മക്കളായി നിങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ വിഷയത്തിൽ ഞാൻ തുടങ്ങുകയാണ്. പതിവിന്റെ റമദാനല്ല, ഒരു മാറ്റത്തിന്റെ റമദാനാകണം. പതിവിന്റെ റമദാൻ എങ്ങനെയാണ് പതിവിന്റെ റമദാൻ? രാവിലെ 8:30 മണി വരെ കിടന്നുറങ്ങി, 8:30 മണി വരെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റു. ചിലർക്ക് ജോലിക്ക് പോകണം, ചിലർക്ക് ഷോപ്പിൽ പോകണം. 8:30 മണിക്ക് എഴുന്നേക്കണം. അതിന് ഞാൻ 12 മണിയെന്ന് പറഞ്ഞു. 8:30 മണിക്ക് എഴുന്നേറ്റ് പറയണം, ഇന്ന് നോമ്പ് എന്താ, സമൂസ കഴിച്ചിട്ട് മതിയായി, പുതിയ വേറെ എന്തെങ്കിലും സാധനം പിടിക്കണം അല്ലെ, കൽമാസോ അൽമാസോ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ അതിന്റെ ചർച്ചയായി വൈകുന്നേരമായി നമ്മുടെ സ്ത്രീകൾ മുഴുവൻ അതിന്റെ പിന്നാലെയായി അല്ലെ. അങ്ങനെ ഒരു 11 റമദാൻ, ഒരു തീറ്റ റമദാൻ. കാസർഗോഡ് ടൗണിൽ
ഇന്നലിന്റെ മാസമാക്കി മാറ്റിയ ആളുകൾ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പോലെ വളരെ സമാധാനം പറയുക. നമ്മുടെ ഷുഗറും പ്രഷറും നമുക്കുള്ള മാനസിക റമദാൻ എന്ന വാക്കിന് അർത്ഥം തന്നെ എന്താണ്? കരിച്ചു കളയുന്നത്. എന്താണ്? ഹലോ, എക്കോ കൂടുന്നുണ്ടോ? റമദാൻ അർത്ഥം എന്താണ്? കരിച്ചു കളയുന്നത്. എന്തൊക്കെ കരിച്ചു കളയണം? നമ്മുടെ പാപങ്ങൾ, റസൂൽ പറഞ്ഞ പോലെ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയണം. വേണ്ടേ? പാപങ്ങൾ കരിച്ചു കളയണ്ടേ? അതിന്റെ നമ്പർ 1. പിന്നെയോ നമ്മുടെ ഫാറ്റ്, നമ്മുടെ തടിയിലെ ആവശ്യമില്ലാത്തതെല്ലാം കരിഞ്ഞു പോകണം. ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അതുപോലെ ഞാൻ ചുരുക്കിക്കൊണ്ട് വരുന്നുണ്ട് എന്റെ ഭക്ഷണം. അവിടെ എനിക്ക് നേരിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ആകെ കാലം കണ്ടോട് ചോദിച്ചാൽ മതി. നോമ്പ് തുറക്കുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് അവിടെ കഴിക്കുന്നത് 3 ഈത്തപ്പഴം കഴിക്കും, കുറച്ച് വെള്ളം കുടിക്കും, എന്നിട്ട് കുറെ എണ്ണക്കടിയെല്ലാം കൊണ്ടുവരും. ഞാൻ തൊടില്ല, എന്തായാലും പറയട്ടെ, ബാക്കിയുള്ള തൊടില്ല. എന്നിട്ട് നോമ്പ് തറാവീന് തൊട്ട് മുമ്പ് കുറച്ച് കഞ്ഞി കൊണ്ടുവരും. കഞ്ഞി ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി കൊണ്ടുവരും. അത് കുടിക്കും. കുടിക്കുമ്പോ എന്തൊരു സുഖം എന്നറിയോ നിസ്കരിക്കാൻ. ഓതാനും സുഖം തന്നെ, നല്ല റാത്ത. അതെല്ലാം കഴിഞ്ഞ് തറാവിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണവും നല്ല വിശപ്പവും. അപ്പൊ പോയി ഫുഡ് അടിക്കും. എപ്പോ വീട്ടില് ഫുഡ് അടിക്കും. അത്താഴത്തിന്റെ സമയത്ത് എന്താവും? ആ സമയത്ത് നല്ല ഫുഡ് അടിക്കും. എന്നിട്ട് കുറച്ച് പെട്ടെന്ന് കിടക്കൂല, കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കും. അത്താഴത്തിന്റെ സമയത്ത് ആ ഓട്സ് ഇല്ലേ, ഓട്സ്, ആ ഓട്സിനകത്ത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ആരോഗ്യപരമായ കുറച്ച് സാധനങ്ങൾ. അത് ഇട്ടിട്ട് തലേ ദിവസം പോകും. എന്നിട്ട് എല്ലാവരും 6 എണ്ണം ഉണ്ട്, 6 സാധനം മുന്നിൽ കൊണ്ടുപോകും. ഓരോരുത്തർക്കും ഓരോ. ഇപ്പൊ എല്ലാവരും സ്പൂണിട്ടത് ഇളക്കിയിട്ട് അങ്ങ് കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ ഭയങ്കര സുഖമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ വയറും ശരീരവും ഒക്കെ ആരോഗ്യപ്രദമാണ്. മനസ്സിലായ? അതിന് നല്ലൊരു അവസരമാണ് റമദാനിൽ തന്നത്. അല്ലെങ്കിൽ 6 വട്ടം 7 വട്ടം തിന്നാറില്ല നമ്മള്. ബെഡ് കോഫി അടക്കം എത്ര തിന്നാരാ നമ്മള്. ഇങ്ങനെ ഒരു തീറ്റയുടെ റമദാനാക്കി മാറ്റുന്നതിന് പകരം നമ്മുടെ മാറ്റത്തിന്റെ റമദാനാക്കി കൊണ്ടുവരാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇസ്തിഗ്ഫാർ, നമ്മുടെ പാപമോചനം അല്ലാഹുവിനോട് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയണം. സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ഗ്ഫിർ ലി ദബ്ബി കുല്ലഹു. അല്ലാഹുവേ, പൊന്നാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10ന്റെ രാത്രികളിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദബ്ബി കുല്ലഹു. ഒരു പാപം പോലും ചെയ്യാത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദബ്ബി കുല്ലഹു. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് അത് എന്തായാലും പഠിച്ചിരിക്കണം ഇൻഷാ അല്ലാഹ്. കാരണം എന്താ നമുക്ക് അവതരിപ്പിച്ച് പൊട്ടിക്കരയാണ് ജോലിയാണ്. ഇൻഷാ അല്ലാഹ് പഠിക്കൂലേ? അതോ ഇതിലൂടെ കേട്ട് ഇതിലൂടെ കളയും? പഠിക്കൂലേ? പഠിച്ചാൽ ഗുണമുണ്ട്. കാരണം ഈ റമദാൻ കഴിയുമ്പോൾ നമ്മുടെ പാപം അന്നപ്പോൾ തരണം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ മൂക്കൂത്തി നരകത്തിൽ കഴിയപ്പെടുമെന്ന് പൊന്നാര റസൂലുള്ളാഹി ദുആ ചെയ്യുന്നവരുടെ വിഭാഗത്തിൽപ്പെടും. അല്ലാഹുവേ, ഞങ്ങളെയും കുടുംബങ്ങളെയും എല്ലാ വിശ്വാസികളെയും കാക്കണേ അല്ലാഹ്. പേടിയാണ് പറയാൻ. എനിക്ക് ഈ വിഷയം തന്നപ്പോൾ തന്നെ എനിക്ക് പറയാതെ അർഹതയുണ്ടെന്ന് എനിക്കെന്നെ പറ്റും. ആ പേടിയോട് കൂടിയാണ് ഞാൻ കൂടെ അവതരിപ്പിക്കുന്നത്. അത് എന്റെയും നിങ്ങളെയും വിഷയമാണ്. നിങ്ങളെ നന്നാക്കാൻ വേണ്ടി വന്നതല്ല. എന്നെയും നിങ്ങളെയും ഒന്ന് ഹൃദയത്തിലേക്കൊന്ന് നമ്മുടെ പരിശുദ്ധ റമദാനിൽ നിന്ന് കടത്തിവിടാനുള്ള ശ്രമമാണ്. നിങ്ങൾക്ക് നടുവേദന മറ്റൊക്കെ ഉണ്ടെങ്കിൽ ചാലിയിരുന്നോളി, കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും 40 വർഷത്തെ കാത്തിരിക്കണം. അതിന് മുമ്പേ തന്നെ നമുക്ക് എന്താണ് ഡിസ്ക് വേദനയൊക്കെയാണ്. എനിക്കും ഞാൻ ചാലിയിരിക്കുന്നത്. അപ്പൊ ചാലിരിക്കുന്നതിന് പ്രശ്നമില്ല, ഉറങ്ങാതിരുന്നാൽ മതി. അങ്ങനെ ഇതിന്റെ കേട്ടോണ്ടിരിക്കാം. നമ്മുടെ ഓരോ ഇരുത്തത്തിലും നമുക്ക് ആഫിയത്തും ആരോഗ്യം അത് തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും ഒന്ന് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കും ഒന്ന് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ നമുക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എപ്പോഴും നമ്മുടെ കിട്ടുന്ന സമയത്തൊക്കെ അള്ളാഹുവിനെ വിട്ടിരിക്കുകയല്ലേ, അള്ളാഹ് ഇഷ്ടപ്പെട്ട സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്, നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ ദ്വാരക്കണം. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം. അള്ളാഹെ, പഠിച്ചോനെ, എന്റെ പാതി അവിടെയുണ്ട്, അവിടെ രോഗത്തിലാണ്, അവർക്ക് നീ ശിവ കൊടുക്കണേ അല്ല. എന്റെ ഉമ്മ അസുഖത്തിലാണ്, അവർക്ക് നീ ശിവ കൊടുക്കണേ അല്ല. എന്റെ ബാപ്പ അസുഖത്തിലാണ്, അവർക്ക് നീ ശിവ കൊടുക്കണേ അല്ല. ഈ ഒരു ദുആയായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. ഒന്ന് ദുആ ചെയ്തോളി. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മാതാപിതാക്കളുടെ പ്രാർത്ഥന, റബ്ബി ഗ്ഫിർ ലി, റബ്ബി ഗ്ഫിർ ലി വലി വാലിദയ്യ
റബ്ബി റഹിമഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ എന്നെ അവർ ഇരുവരും പോറ്റി വളർത്തിയതുപോലെ എന്റെ മാതാപിതാക്കൾ 21 റഹ്മത്ത് ചെയ്യണം. പലരും ഇന്ന് ഖബറിലുണ്ട്. നമ്മൾ ചെയ്യുന്ന അമൽ സാലിഹാത്ത് ഒട്ടും കുറയാതെ ആർക്കെത്തും? അവർ രണ്ടാമത്തെ ഖബറിലെത്തും. ഞാനിത് സംസാരിച്ചപ്പോ ഒരു സഹോദരൻ എന്നോട് ചോദിക്കുകയാണ്, ക്ലാസ് വെച്ച് ചോദിക്കണം, ഉസ്താദ് ജാഹിലിയ്യ കാലത്ത് മാതാപിതാക്കളോടുള്ള ആദരവും അതിന്റെ രീതിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ പെരുമാറിപ്പോയി. ഇനി എനിക്ക് അവർക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഞാനിനി എന്താ കാട്ടുക? അന്ന് എനിക്ക് പുറത്തിറങ്ങുന്നത് ഞാൻ എന്താ കാട്ടുക? വഴിയില്ല. പക്ഷെ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വാലിഹായ മക്കൾ, നല്ലവരായ മക്കൾ എന്ത് നന്മ ചെയ്താലും ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും? മാതാപിതാക്കൾക്ക് കിട്ടും. നമ്മളിന്ന് ഖുർആൻ ഓതി അല്ലെ? നമ്മൾ ഖുർആൻ ഓതി 4 പേജ് 5 പേജ് 10 പേജൊക്കെ ഓതുന്ന ആൾക്കാരുണ്ട് ചുരുങ്ങിയത്. ആ ഖുർആൻ ഓതി നമുക്കൊരു 100ൽ ഒരു 90 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 90 മാർക്ക് ഒട്ടും കുറയാതെ ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും? പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് കിട്ടും. അല്ലാഹു എത്തിക്കും. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അല്ലാഹു ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ, ഞാൻ തറാവീഹ് നല്ല ആവേശത്തോടു കൂടി ആരോഗ്യത്തോടെ മനസ്സൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ എനിക്ക് അതിലെ 80 മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ 80 മാർക്ക് എന്റെ മാതാപിതാക്കൾക്ക് ഒട്ടും കുറയാതെ കിട്ടും. പൊന്നാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹദീസ് എന്നറിയോ? എല്ലാ അമൽ സ്വാലിഹാത്തും എവിടുന്ന് ഖബറിന്ന് തീർന്നുപോയി. ഖബറിന്ന് തീർന്നുപോയി ഇങ്ങനെ കിടക്കുമ്പോ പെട്ടെന്ന് ചില മനുഷ്യന്മാരുടെ ഖബറുകളിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടും. അപ്പൊ അല്ലാഹുവിനോട് അവർ ചോദിക്കും, അല്ലാഹുവേ എന്താണ് ഈ വെളിച്ചത്തിന് കാരണം? പൊന്നാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മനുഷ്യനോട് പറയപ്പെടും, അഥവാ മലക്കുകൾ പറയും, നിനക്കുള്ള സന്താനം കാരണം ആരാണ് നിനക്കത് കിട്ടിയത്? കാരണം അവൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർലി ഉമ്മി, അല്ലാഹുമ്മ ഗഫിർലി അബീ, അല്ലാഹുമ്മ ഗഫിർലി അബവയ്യ, അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ. അപ്പൊ കിട്ടിയ വെളിച്ചാണ്. അവൻ അമൽസാലിയാത് ചെയ്യും, അപ്പൊ കിട്ടും ഒരു വെളിച്ചം. മാതാപിതാക്കൾ മരിച്ചവര് കൈവക്കി എന്റെ മാതാപിതാക്കൾ അങ്ങനെ ജീവിച്ചിരുന്നു. കണ്ടീഷൻ ഉണ്ടല്ലോ, ഷിർക്ക് ചെയ്യാതെ ഷിർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ. അവർ ഷിർക്ക് ചെയ്യാത്തവരായി അല്ലാഹുവിനെ കണ്ടുമുട്ടുക. നമ്മൾ ചെയ്യുന്ന അന്വേഷണം ഞാൻ ഒറ്റൊരു ഉദാഹരണം പറഞ്ഞോട്ടെ, പെട്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത റജുലിൻ മുസ്ലിമിൻ ഇസാബ്. എല്ലാവർക്കും അറിയുന്ന ഹദീസല്ലേ? നമ്മൾ മാറ്റത്തിന്റെ റമദാനിലേക്ക് വരാനാണ് എന്റെ ശ്രമം. ഇൻഷാ അല്ലാഹ് സഹകരിക്കുന്നോ? നിങ്ങൾ പറഞ്ഞോ? പറയാം, ആദ്യം പറയും, സഹകരിക്കുമോ? എനിക്കൊരു മാറ്റം വേണം, അതൊക്കെ ഒരു മാറ്റം വേണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സഹായിക്കണം. പറയും, اللهم اعنا على ذكرك وشكرك وحسن عبادتك. ആമീൻ ആമീൻ. അതിൽ നമ്മുടെ റസൂൽ പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി. രണ്ട് ഹദീസാണല്ലോ എല്ലാവർക്കും അറിയുന്നത്. മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഖിന. ഞെരിയാണിക്ക് താഴെ വസ്ത്രം അത് നരകത്തിലാണ്. അതാർക്ക് തർക്കമുണ്ടോ? എല്ലാ പണ്ഡിതന്മാരും എല്ലാ അലിമീങ്ങളും എന്ന് പറയുന്ന കാര്യം, ഞെരിയാണിക്ക് താഴെ വരുന്ന പുരുഷന്റെ വസ്ത്രം പറഞ്ഞാൽ ആ ഭാഗം വസ്ത്രം ധരിച്ചവൻ നരകത്തിന്റെ അവകാശിയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഷയം, മാ അസ്ഫല മിനൽ കഅബൈനി നിസാരി പറഞ്ഞില്ല. യഖ്ബലുല്ലാഹു സ്വലാത്ത റജുലിൻ മുസ്ലിമിൻ നിസാരി. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചെടുക്കുന്നവന്റെ പേരാണ് മുസ്ലിം. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചെടുക്കുന്നവന്റെ പേരാണ് മുസ്ലിം. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുസ്ലിം അന്ന് സ്വീകരിക്കൂല സ്വലാത്ത റജുലിൻ, ഒരു പുരുഷന്റെ നിസ്കാരം. സ്ത്രീയുടെ സ്ത്രീക്കാണെങ്കിൽ കാല് നിലത്ത് ഇറങ്ങും. നേരെ തിരിച്ചാ സ്ത്രീകളുടെ ലഗീൻസ് എന്ന സാധനം ഉണ്ടല്ലോ, എന്താ പറയാ? ലഗീൻസ് തെറ്റുന്ന മലപ്പുറത്തേക്ക് തെറ്റുന്നോണ്ടാണ് ആ സാധനം. അല്ലെങ്കിൽ പാൻറ്റോട്ട് സാധനം അതിപ്പോ മേലോട്ട് കയറ്റി ഇവിടെ വരെ വെച്ചിരിക്കുക. കേരളാഭിമാനി വരും, ചോട്ടൻ കുഞ്ഞുങ്ങൾ വരെ ഇവിടെ വരെ കയറ്റി വെച്ചിരിക്കുക. എന്നിട്ട് ഒരു ടോപ്പും അതിന്റെ മേലെ. ശരിക്കും ആ വസ്ത്രം ആരാ? ഇവിടെ വരെ പ്രതിഫലം, ഏറ്റവും കൂടുതൽ പ്രതിഫലം പറഞ്ഞ ഇവിടെയല്ലേ? ഇവിടെ വരെ നമുക്ക് പോകാം അല്ലെ? ഇതിനാണ് തൊട്ട് മേലെ വരെ പോകാം. ഇത് ഫർദാക്കി പഠിപ്പിച്ചാൽ നമുക്കല്ലേ?
അല്ലെ അല്ലെ? ഈ പെണ്ണുങ്ങളായ ഈ സ്ത്രീകളുടെ അവസ്ഥ നോക്കി, നിസ്സാന്റെ അവസ്ഥ നേരെ തിരിച്ചാ. ഇത് നമ്മളെ വസ്ത്രം അവരും ധരിച്ചു, അവരെ വസ്ത്രം നമ്മളും ധരിച്ചു. നമ്മളെ പാൻറ്റോ അല്ലോ, ഓരോ മനുഷ്യന്മാർ ചെറുപ്പക്കാരായ കുട്ടികളെ കാണുന്ന അവസ്ഥ നിങ്ങൾ 2-3-4 ആൾക്കാരെ കയറി പോകും ആ പാൻറ്റിന്റെ അകത്ത്, ഒരു കാലിന്റെ അകത്ത്. അത്ര ഇത്ര പോകുന്ന നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ എഴയുന്നു, അത് വെച്ചിട്ട് നിസ്കാരത്തിലേക്ക് വരുന്നു. ഞാൻ ചോദ്യം അതല്ല, അള്ളാഹ് പുറത്ത് കൊടുക്കട്ടെ, ഹിദായത്തോട് ഞാൻ കളിയാക്കാൻ വേണ്ടി പറയില്ല. ഒരാൾ എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ നോക്കുന്നുണ്ട്, എന്റെ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കണം, എന്റെ നിസ്കാരം അള്ളാഹ് ഇഷ്ടപ്പെടണം, എനിക്ക് ഇത്രയും വലിയ പാൻറ് വാങ്ങാനുള്ള കഴിവുണ്ട് എന്ന് എന്റെ റബ്ബിന് അറിയാം. എന്നിട്ട് ഞാനെന്ത് ചെയ്യുന്നു? അത് ഒഴിവാക്കുന്നു എന്റെ റബ്ബിന് വേണ്ടി എന്ന് പറഞ്ഞ് ഒരുവരെന്ത് ചെയ്തു? നെരിയാണിക്ക് നേരെ വസ്ത്രമാക്കി വന്നു. എല്ലാ നിസ്കാരത്തിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിന് മഹത്തായ ഒരു പ്രതിഫലം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? കാരണം എല്ലാ ആൾക്കാരും നിലത്തിട്ട് കഴിക്കുമ്പോ അവരെന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യുന്നു? വളരെ സൂക്ഷ്മതയോടുകൂടി അവരെന്ത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ അതിനൊരു പ്രതിഫലം ഉണ്ടാവില്ലേ? 24 മണിക്കൂർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ 24 മണിക്കൂർ ചെയ്യുന്ന ഈ പ്രതിഫലത്തിന് വൻപിച്ചൊരു പ്രതിഫലം ഉണ്ടാവില്ലേ? ഇത്രയും നിയത്തോടു കൂടി ചെയ്യുന്ന കാര്യത്തിന് ആ പ്രതിഫലം ഒട്ടും കുറയാതെ നമ്മുടെ വാപ്പാന്റെ ഉമ്മാനെ കബറെത്തിയാലോ ഒരു പൈസ മുടക്കുണ്ടോ? അതെ പറഞ്ഞ പോലെ മനസ്സിലായോ? വല്ല പൈസയും മുടക്കുണ്ടോ? പൈസ മുടക്കും. അത് പറ. എന്നോട് സഹകരിച്ചാലേ എനിക്ക് അടുത്ത വാതിൽ പറയാൻ പറ്റുമല്ലോ. ഒരു ചെലവില്ലല്ലോ, ഒരു ചെലവില്ല, ലാഭം. കാരണം അലക്കുന്ന ഉമ്മാക്ക് വരെ ലാഭമാണ്. കാരണം ഇവരെ കാട്ടുമൊക്കെ അടിച്ച് കയറ്റി വന്നപ്പോ ഞാൻ എന്റെ കുടുംബക്കാരെല്ലാം അലക്കുന്നില്ല. എനിക്ക് തൊടാൻ പറ്റുന്ന മകരമായ ഒരാൾ അലക്കുന്നത് ഞാൻ കണ്ടതാണ്. റമദാനാണ് പറഞ്ഞ പ്രയോഗിപ്പോഴും മനസ്സിലോർമ്മ. ഇത് പറഞ്ഞിട്ട് അടിക്കുകയാണ്. ഇത് ജീൻസിന്റെ പാന്റ് ആട്ടിച്ചിട്ട് അഴുക്ക് പോകണ്ടേ? വന്നാണ് അഴുക്കെല്ലാം പാത്രം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ പിരാഗി കൊണ്ടാണ് ആ ഉമ്മ അലക്കുന്നത്. എനിക്ക് മഹറമായ അവിടെ കാണാൻ പറ്റുന്നതാണ്. എനിക്ക് എന്റെ കുടുംബത്തിലാണ്. അപ്പൊ ഞാൻ അന്ന് ചെറിയ പ്രായത്തിൽ എന്റെ മനസ്സിലത് കരുത്തുപോയി. അന്നാന്റെ തൗഹീദ് പഠിച്ചു, ഹദീസ് പഠിച്ചപ്പോ പഠിച്ചോനെ ആ ഉമ്മമാര് പോലും ശമിക്കുന്ന ഒരു കാര്യമാണ് ഏത് നമ്മുടെ ഈ രൂപത്തിലുള്ള വസ്ത്രം. അത് നമ്മൾ ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരു വമ്പിച്ച പ്രതിഫലം നമുക്ക് കിട്ടൂലേ? ആ പ്രതിഫലം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിഫലം എത്ര നമ്മുടെ മാതാപിതാക്കൾ കബറിലെത്തിയാൽ അതിനേക്കാൾ വലിയൊരു നന്മയുണ്ടോ? മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഞാൻ ആ വിഷയത്തിൽ പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസുൻ, 3 വിഭാഗം ആളുകൾ, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹ് അവരോട് സംസാരിക്കൂല. 3 വിഭാഗം ആൾക്കാരോട് അല്ലാഹ് സംസാരിക്കൂല. ലാ യുകല്ലിമുഹുമുല്ലാഹ്. ഈ എല്ലാ ആൾക്കാരോട്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന എല്ലാ ടീമിന്റെ ഇടയിൽ നിന്നും അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നതിന്റെ പേരിൽ ഈ നാട്ടിന്റെ പേരെന്തായിരുന്നു? പെർള. ഈ പെർളക്കാരായ നിങ്ങൾ പലതിലും ഒറ്റപ്പെട്ടവരാണ് മുമ്പ്. ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം ഉണ്ടെങ്കിലും പണ്ട് ഒറ്റപ്പെട്ടവരാണ്. ആരും നിങ്ങളോട് സഹകരിക്കില്ല. കാണുമ്പോൾ തന്നെ മുച്ചു, മറ്റേ കണ്ണോണ്ടാ കാണാം. പിന്നെ നമ്മളോട് സഹകരിക്കില്ല. ആ പള്ളി പോകണമെന്ന് പറഞ്ഞാൽ അതുവരെ മിണ്ടുന്നവരും മിണ്ടൂല. ഒരു പ്രത്യേക തരത്തിലുള്ള എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചത് അല്ലേ? ആർക്ക് വേണ്ടി? മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നമ്മൾ നേരിട്ട് കാണണം. തൗഹീദിന്റെ ആളായ റബ്ബിനെ മുന്നിൽ കാണണം. 14-ാം രാവിന്റെ ചന്ദ്രൻ അത് എത്രമാത്രം വ്യക്തമായി കാണുന്നുവോ അതേ രൂപത്തിൽ അല്ലാഹുവിനെ സ്പഷ്ടമായി മുന്നിൽ കാണുന്ന ആളുകൾ ആരാണെന്ന് അറിയാമോ? അല്ലാഹുവിന്റെ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന മുവഹിദുകളാണ്. 14-ാം രാവിലെ ചന്ദ്രനെ ഭൂമിയിൽ വെച്ച് എപ്രകാരം കാണുമോ അതേപോലെ വ്യക്തതയോടെ അല്ലാഹുവിനെ മുന്നിൽ വെച്ച് കാണുന്ന ആളുകൾ മുവഹിദുകളാണ്. ആ രൂപത്തിൽ അല്ലാഹുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച നമ്മൾ ഈ നിസ്സാര കാരണം കൊണ്ട് അല്ലാഹ് സംസാരിക്കാത്തവരായി മാറിയെങ്കിലും വിഷയം ഗൗരവമാണോ അതോ നിസ്സാരമാണോ? ഗൗരവല്ലേ? അല്ലാഹ് സംസാരിക്കില്ല. ബാക്കി ആരും നമുക്ക് ദുനിയാവിൽ ആരും നമുക്ക് അനുകൂലമല്ല. പക്ഷെ അല്ലാഹ് നമുക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ റബ്ബിനെ കാണാൻ പോകുമ്പോൾ റബ്ബ് നമ്മളോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹ് സംസാരിക്കാത്ത വിഭാഗം അല്ലാഹുവിന്റെ തിരുവചനം പറഞ്ഞ ഖാബു വഖസിറു, അവർ പരാജയപ്പെട്ടവരാണ്, അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്. ആ പറഞ്ഞ 3 വിഭാഗം
മാറ്റത്തിന്റെ റമദാൻ നമ്മൾ ഇന്നു മുതൽ തുടങ്ങണം. അതിൽ ഒന്നാമത്തെ ആരാധറിയാമോ? അൽ മന്നാൻ അല്ലദീ ലാ യുഅതി ശൈഅൻ ഇല്ലാ മന്നഹു. കുടുംബത്തിന് ചെലവഴിക്കും, കടം കൊടുക്കും, സദഖ ചെയ്യും, സകാത്ത് ചെയ്തു കൊടുക്കും, എന്ത് നല്ല കാര്യത്തിൽ ചെയ്യും. പക്ഷെ ചെയ്ത ഉടനെ മുപ്പത്തി അത് വിളിച്ചു പറയും. ഞാൻ നിന്റെ ഉമ്മ ആശുപത്രി കിടന്ന സമയത്തെ ആരും കിടന്നു തരാത്തപ്പോ ഞാനല്ലേ കണ്ടത്. അതിന് നിന്റെ ഉമ്മാന്റെ അവസ്ഥ എന്തായിരുന്നു? ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിങ്ങനെ എടുത്തു പറയുന്നവൻ, അവന്റെ പേരാണ് മന്നാൻ. എന്താ പേര്? ആ മന്നാനെ അന്ന് എന്ത് ചൊല്ലാൻ പറഞ്ഞു? അപ്പൊ സലഫിയായിട്ട് കാര്യമില്ല, മോഹിതായിട്ട് കാര്യമില്ല, അമ്മാൻ ഇത്ര സ്നേഹിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളെ തരണം ചെയ്ത് റബ്ബിന്റെ മുന്നിൽ നമ്മൾ ചെയ്ത് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോയില്ലേ നമ്മുടെ കാര്യം? നമുക്ക് അന്വേഷിക്കുമാറാണ്. ഈ സിഫത്ത് അള്ളാന്റെ സിഫത്തല്ലേ മന്നാൻ? ആ സിഫത്ത് നമ്മൾ എടുത്താൽ പറ്റുമോ? അലം നജഅൽ ലഹു ഐനൈൻ, അവന് രണ്ട് കണ്ണുകളെ നൽകിയില്ലയോ? വലിസാനൻ, നാവിനെയും നൽകിയില്ലയോ? വശഫതൈൻ, രണ്ട് ചുണ്ടുകളും നൽകിയില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലഖ്തഹമൽ അഖബ എന്ന് പറഞ്ഞ അമ്മ നമ്മൾ അനുഗ്രഹങ്ങൾ ഒരുപാട് പറഞ്ഞില്ലേ അല്ലേ? അപ്പൊ അമ്മ ചെയ്തത് അനുഗ്രഹങ്ങൾ എടുത്തു പറയാൻ അത് അമ്മക്ക് മാത്രമേ പാടുള്ളൂ. ആ മന്നാൻ എന്ന സ്വഭാവം ആരെ ഏറ്റെടുത്തു? മനുഷ്യനായ നമ്മൾ ഏറ്റെടുത്തപ്പോ അള്ളാന്റെ ശത്രുവായി. ആ അള്ളാന്റെ ശത്രുവായപ്പോൾ അവരുടെ അമ്മ വേണ്ടുന്നില്ല. അള്ളാഹു ഞങ്ങൾക്ക് നീ കൊടുത്തു തരണം. എന്തെങ്കിലും ദേഷ്യം വരുമ്പോ, കൂട്ടുകാരന്മാർ തമ്മിൽ തെറ്റുമ്പോ, ഞാനോടെ ഉണ്ടായിരുന്നത് അത് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ആളുണ്ടായില്ല. ഒരു നാട്ടിലെ ഭാഷ, കണ്ണൂർക്കാരുടെ ഭാഷ. ഞാനല്ലേ ഉണ്ടായിരുന്നത്, വേറെ ആളുണ്ടായില്ല. എനിക്ക് അനിയനോട് പറയും, ഏട്ടനോട് പറയും, കൂടെ പുറത്തിനോട് പറയും, എല്ലാവരും പറയും. നമ്മള് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കൊടുത്തിട്ടുണ്ടേ, നീ പറയുന്നത് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ തീരുമാനിച്ചു. കാരണം നല്ലതിൽ പോയി കിടക്കാൻ വയ്യ. അല്ല സംസാരിക്കില്ല എന്നാ പറഞ്ഞത്. അല്ല പുറത്തെടുക്കാൻ മക്കളോട് പറയുള്ളൂ, പറയില്ലേ നമ്മള്? ഉപ്പാനോട് പറയുന്ന മക്കളില്ലേ? കണക്ക് പറയുന്ന മക്കൾ, ഉമ്മാനോട് പറയുന്ന മക്കളില്ലേ? അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ആമീൻ. ചെയ്യരുത്. പരലോകം പോകുന്ന കേസാണ്. അത് തിരിഞ്ഞു നോക്കാത്ത കേസാണ്. അത് സംസാരിക്കാത്ത കേസാണ്. മാറൂലേ നമ്മള്? മാറണം. നല്ലൊരു മാറ്റം മുതലില്ല. എന്റെ പരലോകം രക്ഷപ്പെടണമെങ്കിൽ ഈ സ്വഭാവം ഞാൻ മാറ്റിയേ പറ്റൂ. ഈ റമദാൻ അതിന് സാക്ഷിയാണ് ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ വിഷയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പേടിക്കണം പറയാൻ കേട്ടോ. വൽ മുനഫിഖു സിലഅതഹു ബിൽ ഖൽഫിൽ കാദിബി, കള്ള സത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റഴിക്കുന്നവൻ. കള്ള സത്യം. ഞാനിപ്പോ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ മോഡലാണ്. പണ്ട് എംബയിലെ മോഡലാണ്. തീരുന്നില്ലത്. അവൻ ചെലവഴിക്കാൻ വേണ്ടി നോണയൊക്കെ പറഞ്ഞിട്ട് ബടായില്ല പറഞ്ഞിട്ട് അവസാനം ഇവനെന്താ കിട്ടുക? ഒന്നും കിട്ടൂല. റമദാനിൽ പെരുന്നാളിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ സെയിൽസ്മാൻ ആണല്ലോ ഈ കളവ് മൊത്തം പറയുന്നത്. ആർക്ക് വേണ്ടി? മുതലാളിക്ക് വേണ്ടി. മുതലാളിക്ക് സർവ്വലാഭവും. സത്യമല്ലേ ഞാൻ പറഞ്ഞു? ഇവന് ഒരു സാധനം എടുത്തിട്ട് കള്ളമൊക്കെ പറഞ്ഞ് നുണയൊക്കെ പറഞ്ഞ് വെക്കുമ്പോ ഇവൻ വല്ല ലാഭമുണ്ടോ? ഒരു ശമ്പളം കിട്ടും. ഏറി വന്നാൽ വല്ല പിന്നെ പെരുന്നാളിനൊക്കെ ആകുമ്പോൾ ഒരു 1000 രൂപ കൂട്ടി കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഈ മൊത്തം ലാഭം ആരാ കൊണ്ടുവന്നേ? മുതലാളി. അപ്പൊ മുതലാളിക്ക് ദുനിയാവ് കിട്ടി, ഇവന്റെ ദുനിയാവ് പോയി, പരലോകം പോയി, മൊത്തം പോയി. അല്ലാഹു നമ്മളെല്ലാരെയും കാണിട്ടെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒന്നൊന്നര കച്ചവടക്കാരനായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖദീജ, അതായിരുന്നു എന്നെ ഇന്നലത്തെ പട്ടളയിലെ സഹോദരിമാരുടെ അടുത്തുള്ളൊരു വിഷയം. റസൂലുള്ളാഹിന്റെ ഖദീജ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ഖദീജ ബീവിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അറിയോ? മൈസറത്ത് എന്ന് പറയുന്ന ഒരു അടിമയെ, ഒരു ജോലിക്കാരനെ റസൂലുള്ളാഹിനെ കച്ചവടം ഏൽപ്പിച്ച സമയത്ത് ഖദീജ ബീവി ഏൽപ്പിച്ചിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ഒരുപാട് ആളുകൾ, 2 ഭർത്താക്കന്മാർ ആദ്യം കല്യാണം കഴിച്ച ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ആദ്യത്തെ ഭർത്താവിന് 2 മക്കളുണ്ട്, ഒരാണ് ഒരു പെണ്ണുണ്ട്. രണ്ടാമത്തെ ഭർത്താവിന് ഒരു മോളുണ്ട്. മൂന്നാമത്തെ ഭർത്താവാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ധനാഢ്യയായിരുന്നു, എല്ലാ മക്കളായിരുന്നു.
അവരുടെ കച്ചവട ചരക്ക് കൊണ്ടുപോകുന്ന ആളാണ് റസൂലുള്ളാഹി. മൈസറത്തിന്റെ കാര്യം ഏൽപ്പിച്ചു. മൈസറത്ത് എന്ത് ചെയ്തു? അവിടെയുള്ള എല്ലാ കച്ചവടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരറിയിക്കും? ഖദീജ ബീവിയെ അറിയിക്കും. അങ്ങനെ കച്ചവടം കഴിയുന്നു. വൻ ലാഭത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം വരുന്നത്. മൈസറത്തിന് വന്ന ഉടനെ ഖദീജ ചോദിച്ചു, ഇപ്പോഴത്തെ പണിക്കാരൻ എങ്ങനെയുണ്ട്? കല്യാണം കഴിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴത്തെ പണിക്കാരൻ എങ്ങനെയുണ്ട്? എന്റെ ഉമ്മ, അതൊരു വല്ലാത്തൊരു സംഭവമാണ് അയാൾ. ബാക്കി എല്ലാവരും ഒരു കച്ചവട സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ നുണയും പറയും, എല്ലാം ചെയ്യും. ഈ മനുഷ്യൻ അറിയോ, ഏതൊക്കെ കച്ചവടത്തിന്റെ സാധനത്തിന് കേടുണ്ടോ അതെല്ലാം എടുത്ത് മുകളിൽ വയ്ക്കും. വെച്ചിട്ട് പറയും, ഇത് ഇത്ര മോശമുണ്ട്, ഇതൊക്കെ നല്ല സാധനമാണ്, ഇത്ര മോശമാണ്. അത് കേട്ടതോടുകൂടി ആൾക്കാർക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഈ ചെറിയ കേടുള്ള സാധനം ചെറിയ പൈസയ്ക്ക് അവർ വാങ്ങിപ്പോയി. മറ്റേ വലിയ സാധനം അതും അവർ വാങ്ങിപ്പോയി. ഏറ്റവും കൂടുതൽ കച്ചവടം തീർന്ന ആൾ ഇയാളാണ്. ആ ഒരു സംഭവമാണ് ഖദീജ ബീവിയെ പൊന്നാര മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആകർഷിച്ച ഒന്നാമത്തെ ഘടകം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തു റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് ഇത്. ഏത് കച്ചവടത്തിന്റെ ന്യൂനതകൾ കാണിച്ചുകൊണ്ട് കള്ളം പറയാതെ വിൽക്കുക എന്നുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് നൽകുമാറാകണേ. അങ്ങനെ ചെയ്യുന്നവനെ അല്ലാഹു തിരിഞ്ഞു നോക്കൂല യൗമുൽ ഖിയാമത്തിൽ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ആളാരെന്നറിയുമോ? അതാണ് നേരത്തെ പറഞ്ഞ വിഷയം. അവന്റെ ഉടുതുണി, പാന്റാകട്ടെ, കന്തൂറയാകട്ടെ, എന്താകട്ടെ, ഇവിടെ താഴെ നേരെ താഴോട്ട് പോകുന്ന ഏത് വസ്ത്രവും ഞെരിയാണിക്ക് താഴെ വലിച്ചെടുക്കുന്നവന്റെ പേരാണ് മുസ്ബിൽ. എന്താ പേര്? അവനെ അവ നോക്കൂല. മാറൂലേ നമുക്ക്? മാറട്ടെ നമുക്ക്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചെടുക്കുന്നവന്റെ പേര് മുസ്ബിലാണ്. അവനെ അവ നോക്കൂല. എന്റെ ഒരു അടുത്ത ചങ്ങാതിയുണ്ട്, സ്കൂളിൽ പഠിച്ചൊരു ചങ്ങാതി. ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഈ ഹദീസിനെ പറഞ്ഞു. ഇതില് സമസ്തയിലെ ദക്ഷിണ കേരളത്തിലെ സമസ്തയിലെ ഒരു അനുയായിയാണ്. എല്ലാ രണ്ടിനത്തിനൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, നീ നല്ല ധീരുള്ള ആളാണ്, തൗഹീദൊക്കെ പറഞ്ഞു ധീരുള്ള ആളാണ്, ഞാൻ നല്ല കാര്യം പറയാൻ നീ അനുസരിക്കുമെന്ന് ചോദിച്ചു. പറ ചങ്ങാതി, നീ പറയാൻ ഞാൻ അനുസരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പല ദിവസം അവരെ ദർശനം പഠിച്ച മുസ്ലിം കൂടിയായിരുന്നു, അദ്ദേഹം അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നീ ഒരുപാട് അമലസ്വരയാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്ന ഈ ഹദീസ് എല്ലാം പറഞ്ഞു കൊടുത്തു മോന് വിഷമമായി. അപ്പൊ ഞാനിങ്ങനെ ഞാനിങ്ങനെ ഇപ്പൊ മേലേക്ക് കയറ്റി കഴിഞ്ഞാൽ പാന്റ് ഇടുമ്പോഴത്തേക്ക് ഈ വെല്ലുള്ള പാന്റ് ആവുമ്പോ ഇങ്ങനെ വവ്വാൽ പറഞ്ഞ വാക്കാണ്, വവ്വാലിന്റെ ചിറകടിക്കുന്ന പോലെ ഇങ്ങനെ അടിക്കും. അതാണ് എനിക്ക് വിഷമം, വേറെ വിഷമമില്ല. അപ്പൊ നീ മാറാതെയാണ് എനിക്ക് അത് മാത്രം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, അത് ആ വെല്ല് കുറച്ച് നിന്റെ ഷൂവിനോട് ചേർന്നിട്ട് അങ്ങനെ നിനക്കിടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അത്രയും പറഞ്ഞല്ലോ, ഞാൻ പോയി. പിന്നെ പിറ്റേ പ്രാവശ്യത്തെ വെക്കേഷൻ നാട്ടിൽ ചെന്നപ്പോഴുണ്ട് ഈ നീളമുള്ള ഷൂ ഇല്ലല്ലോ, വേറെ എങ്ങനെ സിപ്പൊക്കെ വലിക്കുന്ന ഷൂ, കുറച്ച് നമ്മളെ കുട്ടികളെ വലിയ നീളത്തെ വരുന്ന ഓറ പോലത്തെ ഷൂ അല്ല, അങ്ങനത്തെ ഷൂ വാങ്ങിയിട്ട് ഈ വെള്ളം കുറച്ച് സാധനം ഉള്ളിലേക്ക് ഇറക്കിയിരിക്കണം അതിൻ്റെ അകത്ത്. അപ്പൊ ചോദിക്കണം, ഇപ്പൊ നേരാണെങ്കിൽ താഴെ പോയിക്കില്ലല്ലോ എന്നോട്. സത്യം പറഞ്ഞാൽ എനിക്കിത് വിടാനും വയ്യ. എനിക്ക് ആ വിഷമം പരിഹരിക്കുകയും ചെയ്തു, ഓന്റെ പരലോകം രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ എന്തെങ്കിലും ഒരു ട്രിക്സ് ഉപയോഗിച്ച് നമ്മുടെ വിഷമം നമുക്കറിയാം, നമുക്ക് അതിനെ ചെയ്യുമ്പോഴുള്ള വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ ആ വിഷമം റബ്ബിന് വേണ്ടി നമ്മളൊന്ന് മാറ്റി വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചിലപ്പോ ഈ നിസ്സാര കാരണം കൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗം തരുന്നത്. പൊന്നാര മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു പൂച്ചയെ കെട്ടിയിട്ടിട്ട് അതിന് വെള്ളം കൊടുക്കാതെ, പൂച്ച എന്തോ തെറ്റ് ചെയ്തു, അതിന് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട സ്ത്രീ എവിടെ പോയി? നരകത്തിൽ പോയി. എന്നാലോ ഷൂവിന് വെള്ളം കോരി കൊടുത്ത പട്ടിക്ക്, നായക്ക്, നായനെ പറ്റി അറിയാമല്ലോ, മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു വീട്ടിലേക്ക് വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കണം റൂമിലൂടെ, ചെറിയ കുഞ്ഞു റൂമാണ്, ആ റൂമിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോ പറഞ്ഞു, ആയിഷ ജിബ്രീൽ വരേണ്ട സമയമായി, ആയിഷ ജിബ്രീൽ വരേണ്ട സമയമായി, ആയിഷ ജിബ്രീൽ വരുന്നില്ല, എന്തോ പ്രശ്നമുണ്ട് നമ്മുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, സമയം കഴിഞ്ഞു പോയി, ജിബ്രീൽ വരുന്നില്ല.
അങ്ങനെ അള്ളാഹുവിന്റെ തിരുവൂർ സന്ദർശനം എല്ലാവരും നോക്കാൻ തുടങ്ങി, ആയിഷബി നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോ ഒരു പട്ടിക്കുട്ടി എവിടെയുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കട്ടിലിന്റെ ചോട്ടിൽ ഇങ്ങനെ പതുങ്ങി കിടക്കുന്നുണ്ട്. എങ്ങനെ കയറിപ്പോയതാ? ആയിഷബി എങ്ങനെയും അതിന് മെല്ലെ പൊക്കി മാറ്റിയെടുത്ത് തൊട്ട് വലിച്ച് അതിനൊക്കെ എടുത്ത് അങ്ങനെ ദൂരെ കൊണ്ട് വെച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, ഓ പ്രവാചകരെ, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുമതിയില്ലാത്ത രണ്ട് കാര്യം. ഒന്ന്, ജീവനുള്ള ഫോട്ടോ വെക്കുന്ന വീടും നായയുള്ള വീടും ഞങ്ങൾക്ക് കയറാൻ അനുമതിയില്ലാത്ത വീടാണ്. അതുകൊണ്ട് അള്ളാന്റെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ പുറത്തു നിന്നതാണ്. ജീവനുള്ള ഫോട്ടോ ഒക്കെ തൂക്കി വെക്കുന്ന ആൾക്കാരില്ലേ? ജീവനുള്ള ഫോട്ടോ, പ്രകൃതി ഫോട്ടോ കുഴപ്പമില്ല, കടലിന്റെ ഫോട്ടോ കുഴപ്പമില്ല, മലകളുടെ ഫോട്ടോ കുഴപ്പമില്ല, ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ നോക്കുന്ന ആൾക്കാരില്ലേ? അതിലൊന്നേതാണ് ഈ നായയാണ്. ആ നായക്ക് വെള്ളം കോരിക്കൊടുത്ത സ്ത്രീ എവിടെ പോയി? പറയൂ. സ്വർഗത്തിൽ പോയി എങ്കിൽ ആലോചിക്കേണ്ട വിഷയം. ആ വെള്ളം അത്രയ്ക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനത്തിന് വെള്ളം കൂടി കൊടുത്തതിന്റെ പേരിൽ ആ സ്ത്രീ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായ ചില കാരണങ്ങൾ മതിയാകും. അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട ചില കാരണങ്ങൾ മതിയാകും അള്ളാഹു നമുക്ക് സ്വർഗം തരാൻ. അതിലൊന്നാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ പാന്റ് മുറിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടെ. കടവത്തൂർ ഞാൻ പറഞ്ഞിട്ടെ. കടവത്തൂർ എന്നത് തലശ്ശേരി ഭാഗത്ത് കടവത്തൂർ. ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ഞാനും ഭാര്യയുടെ ഉപ്പയും കൂടി ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കടവത്തൂർ ബസ് സ്റ്റാൻഡിൽ. സ്റ്റോപ്പ്. വണ്ടിയിൽ അതിനകത്ത് കയറി ഇരുന്ന് ഞാനും ഭാര്യയുടെ അടുത്തിരിക്കുന്നതിന്റെ ഉപ്പാനെ വേറെ കുടുംബത്തിൽ ഒരാളുടെ മുമ്പിൽ സീറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോ സൈഡിലിരിക്കുകയാണ്. അപ്പൊ ഒരാളെ എന്നെ ഇങ്ങനെ നോക്കുന്നു എന്നൊരു സംശയം. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നൽ. കാരണം കുറെ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോ സക്കരിയസനായി. അപ്പൊ ഒമ്പത് കയ്യിലൊരു പുസ്തകമുണ്ട്. എപ്പോഴും കയ്യിലൊരു പുസ്തകമുണ്ടോ? ആ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സൈഡിലിരിക്കാൻ ഞാൻ ഇത്ര ഗ്യാപ്പ് ഞാൻ. അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ അടുത്തിരുന്നു. ഇവിടെ ഇരിക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. മൂപ്പർ അടുത്ത് തന്നെ ഇരുന്നു. അവിടെ സീറ്റ് ഒഴിഞ്ഞൊക്കെയാണ് അവിടെ ഇരുത്തി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പാന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിന്റെ ഹദ് പരിധി എവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാബയും ഏറി വന്ന കാബയും വരെ അതിനപ്പുറം പോകാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയാണ് മുഹാജിറെ, നിങ്ങൾ അള്ളാഹിനെ പറ്റിക്കുകയാണോ? മുഹാജിറെ, നിങ്ങൾ അള്ളാഹിനെ പറ്റിക്കുകയാണോ? എന്താ സംഭവം എന്ന് വെച്ചാല് ഈ ജോർദാനോ എന്ന് പറയുന്ന ഒരു പാന്റ് നിങ്ങൾ ഗൾഫിൽ കാണും. നല്ല സ്റ്റൈൽ പാന്റാണ് ജോർദാനോ കമ്പനിയുടെ. അതിനൊരു ഒരു മുട്ടക്കളർ ഒരു പാനായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് സംഭവം അറിയോ? നല്ല നീളുണ്ടായിരുന്നു. അപ്പൊ ഞാനത് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മൂലം ഞാനത് മടക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ അടയാളം ഞാൻ കാണിച്ചു കൊടുത്തു. സ്ഥിരമായി മടക്കി വെക്കുന്ന ആളാണ്. അപ്പാണ് മുമ്പ് ചോദിച്ചത് അള്ളാഹിനെ പറ്റിക്കുകയാണോ? വീണ്ടും ചോദിച്ചു. എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ഒന്നും വേണ്ടി എനിക്ക് മുണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വന്ന ഉടനെ ടൈലറിന്റെ അടുത്ത് തലശ്ശേരിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് ടൈലറിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് ടൈലർ ജോർദാനമായ നല്ല കമ്പനിയുടെ പാന്റ്. ഞാൻ അബുദാബിയിൽ വർഷങ്ങളോടുണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു പാന്റ് എന്റെ കടന്റെ അടയും ഗിഫ്റ്റ് തന്നായിരുന്നു ഗൾഫിൽ വന്നപ്പോ. ഇത്രയും നല്ല പാന്റ് അത് കളയാൻ നിൽക്കണമെന്ന് ചോദിച്ചൊരു സാധനമാണ്. അത് വെട്ടിയിട്ട് കുറയ്ക്കാൻ നിൽക്കണോ? ഞാൻ പറഞ്ഞു കുറയ്ക്കുന്നതാണ്. ആ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത്. അന്ന് മുതലാണ് ഞാൻ ഇതിൽ മാറ്റം വന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. ഞാൻ അത് അതേ ഖുതുബ എവിടെ നടത്തി? അമേറോട് സലഫി മസ്ജിദിൽ നടത്തി. അതിലൊരു മാറ്റം ഉണ്ടായി. ആ ഒരൊറ്റ സംഭവത്തോടു കൂടിയാണ് വലിയൊരു മാറ്റം. ഖുതുബയിൽ തന്നെ ഞാൻ പറഞ്ഞു, സഹോദരങ്ങൾ, നമ്മൾ ബഹുമാന്യ പണ്ഡിതൻ പേര് പറഞ്ഞില്ല. അപ്പൊ ഖുതുബയിൽ നമുക്ക് പേര് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ബഹുമാന്യ പണ്ഡിതൻ കാരണം എനിക്ക് മാറ്റം വന്നത് അദ്ദേഹം ഓതിയ ഹദീസ് لا يكلمهم الله يوم القيامة قيامة നാളിൽ അല്ലാഹു സംസാരിക്കില്ല. മൂന്ന് വിഭാഗം ആളുകൾ. അൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്നതാണ്. എന്തെങ്കിലും ഉപകാരം ചെയ്താൽ എടുത്തു പറയും.
എനിക്കത് നിൽക്കണം, എനിക്കിത് നിൽക്കണം, ഞാൻ രണ്ടോണ്ടല്ല അങ്ങനെ ആയിരിക്കും പറയുന്നു. രണ്ടാമത്തത് അത് മുനാഫിഖ് സലഹത്തഹു ബിൽ ഖൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തിട്ട് ചരക്ക് വിറ്റഴിക്കുന്നവൻ, ബടായി പറഞ്ഞിട്ട് ആൾക്കാരെ വെച്ച് പിടിപ്പിക്കുന്നവൻ. വേണ്ട, എടുത്തോ, അതെടുത്തോ, ആ സാധനം എടുത്തോ, ഈ സാധനം എടുത്തുകൊണ്ട് എല്ലാ കെട്ടതും വെച്ച് പിടിപ്പിക്കും. എന്റെ കൂട്ടത്തിൽ കച്ചവടക്കാരൊക്കെ ക്ഷമിക്കണേ, ഉള്ളത് പറയുന്നത് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവം എന്തായിരുന്നു? ഏറ്റവും പഴക്കെടുത്ത് മുന്നിൽ വെച്ചിട്ട് പറയുന്നത് ഇതിന്റെ കേടണ്ടേ, ഇത് കേടില്ലാത്ത സാധനം എവിടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ സത്യസന്ധത കണ്ടുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ കച്ചവടം ഏറ്റവും എളുപ്പത്തിലായിരുന്നു. മൂന്നാമത്തെ ആളാണ് ആര്? അൽ മുസ്ബി, എരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചടയ്ക്കുന്നവൻ. എന്റെ ചോദ്യം ഇതാണ്, ഈ മൂന്ന് കാര്യങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറുണ്ടോ? ഞാനൊരു അത്തറ കച്ചവടക്കാരനാണ് ഞാൻ, അപ്പൊ എനിക്കും ഇത് ബാധകമാണ്. സന്തോഷായി ഉസ്താദേ, നിങ്ങൾ കച്ചവടക്കാരനല്ലേ, നേരിട്ട് പറയാലോ, കച്ചവടക്കാരനല്ലല്ലോ, നേരിട്ട് പറയാലോ, ഇനി പറയില്ലല്ലോ, ഞാൻ അത്തറ കച്ചവടക്കാരനാണ്, ഹോൾസെയിൽ എടുത്തു. അപ്പൊ എനിക്കത് ബാധകം. കെട്ട സാധനം, പൊളിച്ച സാധനം എടുത്ത് ആൾക്കാർക്ക് വിറ്റാലൊക്കെ ഉണ്ടാവും എന്റെ പറഞ്ഞോ, ആലോചിക്കാൻ കൂടി കഴിയുന്നു. അപ്പൊ എനിക്ക് ബാധകമാണ്. സന്തോഷമായ കച്ചവടക്കാരെ സന്തോഷമായല്ലോ. നിങ്ങൾക്കില്ലാത്ത സുഖം നേരിട്ട് പറയുന്നു, ഞാൻ കച്ചവടക്കാരനാണ്. രണ്ടാമത്തത് 2-3 നമുക്കുള്ളതാണ്. ഇത് നെല്ലിയടിക്ക് തന്നെ വസ്ത്രം പോകാൻ സാധ്യതയുണ്ട്, അപ്പൊ ഞാനും കൊണ്ടു. പിന്നെ എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്യും, എന്നിട്ട് ഈ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്, അതിലും ഞാൻ കൊണ്ടു. മാറാം, നമ്മൾ ആരൊന്നും മിണ്ടുന്നില്ല എന്റെ ഹബീബുമാരെ. ഇൻഷാ അല്ലാഹ് അപ്പൊ കഴിഞ്ഞു പോയോ? അതിനുള്ള വഴിയാണ് ഈ 30 ദിവസം. അതിനുള്ള അവസരങ്ങളാണ് അള്ളാഹുവിനുള്ള ഇസ്തിഗ്ഫാർ. അതിനാണ് പൊന്നാർ റസൂലുള്ളാഹി സുജൂദിൽ കിടന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മഗ്ഫിർ ലി ദംബി കുല്ലഹു, അല്ലാഹുവേ എന്റെ പാപം മുഴുവൻ എനിക്ക് നീ പുറത്തു തരണേ, ഒന്നും വിട്ടൊഴിയാതെ നീ പുറത്തു തരണേ. ദിഖഹു, ആ പാപത്തിന്റെ സൂക്ഷ്മവും. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തം, എന്റെ ഭാഷ പഠിക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് കോമഡി പീസായിട്ട് തോന്നുന്നുണ്ടോ? അല്ലാഹുവേ, ഞാൻ വന്നതും നിങ്ങൾ ഇരുന്നതും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ വചനം മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് പ്രതിഫലം തരണം. ഈ റമദാൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ സൂക്ഷ്മതയുള്ളവരാകാൻ തൗഫീഖ് നൽകണം അല്ലാഹു. നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം വരെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലില്ല. ബഹുമാനായ അങ്കണി മുതൽ ഇക്ബാൽ മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ക്ലാസ്സിൽ കൂടെ ഉണ്ടായിരുന്ന 2 പേരുടെ ഉണ്ട്. പലരും ഇന്ന് കബറിലാണ്. എറണാകുളം, കാസർഗോഡും, കടവത്തൂരും, പിന്നെ നമുക്ക് അറിയുന്ന പലരും ഇന്ന് കബറിലാണ്. അല്ലാഹു നമുക്ക് ഒരു വർഷം കൂടി റമദാനിൽ തന്നിരിക്കുകയാണ്. ഈ റമദാൻ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഉറപ്പില്ല. ചെറുപ്പക്കാർ വരെ നമ്മുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് പറയുന്നത് നമ്മൾ അത് ആയുസ് നമുക്ക് അൽഹംദുലില്ലാഹ് പറയുന്നത്. നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ, കബൂൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണേ. ഇൻഷാ അല്ലാഹ് ബോറടിക്കുന്നുണ്ടോ? നിർത്തും. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഫിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, അല്ലേ? സ്വഫ് മയാമിന് സ്വഫൂഫ് നൽകിയിരിക്കണം. സ്വഫുകൾ നേരെയാകുന്നവർക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എന്താണ്? അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആരെ പ്രാർത്ഥന? മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അല്ലാഹുവേ, സ്വഫുകൾ നന്നാക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹു. എന്തൊരു നല്ല പ്രാർത്ഥനയാണ് ഹബീബിന്റെ പ്രാർത്ഥന. അപ്പൊ സ്വഫ് നേരെയാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മതി വന്ന് അടുത്ത അപ്പുറത്ത് വേറെ നാരായണ പറഞ്ഞു, മറ്റോ പേര് മുതിർന്നവരെ എല്ലാവരും നോക്കണേ. നിങ്ങൾക്ക് അറിയാത്തോണ്ടല്ല, ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഇങ്ങനെയാണോ സ്വപ്നം നിൽക്കേണ്ടത്? അല്ല, ഇത് 2 വിഭാഗം സ്വപ്നം. 2 കാലുകൾ ഈ അടുപ്പിച്ച് വെക്കാന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം കാലിനെ അടുപ്പിച്ച് വെക്കുന്ന ടീമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യനെ അദ്ദേഹം തിരിക്കാൻ പറ്റില്ല? അപ്പൊ നീ മറ്റേ അടുപ്പിക്കൂല, അപ്പൊ എനിക്ക് അദ്ദേഹം തിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്ത് വേണം? ഇവന്റെ കാല്, ഈ കാല് തൊട്ടടുത്ത സഹോദരന്റെ കാലിനോട് ചേർക്കണം, ഈ കാല് ഇവന്റെ കാലിനോട് ചേർക്കണം. അപ്പൊ നമുക്ക് വൈഡായിട്ട് വെക്കാൻ ചുമലിന് കറക്റ്റായിട്ട് നമുക്ക് സ്ഥലം കിട്ടും. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ നോക്കി അദ്ദേഹത്തെ അടിപൊളി റസൂലുള്ളാഹിയുടെ സുന്നത്ത് പാലിച്ച് നമുക്ക് അദ്ദേഹത്തെ സൗകര്യം.
അപ്പൊ നമ്മൾ ആ ഒരു യുദ്ധം ഇരിക്കാനാണ് റസൂൽ എന്ന് പറയും. എല്ലാ നിസ്കാരത്തിലും ഓരോ സഫിനും ഇടയ്ക്ക് പൊന്നാറ് റസൂൽ ഞാൻ ഈ തിരക്ക് പിടിച്ച സമയത്ത് റസൂൽ ഇത്രയും സമയമുണ്ട്. റുസു ഗൾഫിൽ കാണാം ഗൾഫില് സത്യമല്ലേ അല്ലെ? അപ്പൊ സൊഫ് ശരിയാക്കുകയും എന്ന് റസൂലുള്ള പറയൽ മാത്രമല്ല, ഓരോ സഫിന്റെ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ ഇമാമെന്ന് പറയുകയാണെങ്കിൽ അടുത്ത അസറിന് ആളുണ്ടാവില്ല. അവിടെ എന്തൊരു പട്ടാള ചിട്ടായപ്പോ ഞാൻ പോകുന്നില്ല. നമ്മുടെ ഇമാമന്മാരെ പറയുന്നില്ല, ഒന്നുകിലാണ് ജോലി പോകും, അല്ലെങ്കിൽ അടുത്ത വക്കത്തിൽ ആളുണ്ടാവില്ല. എങ്ങനെ നിസ്കരിച്ചിട്ട് പോകാന്നല്ലാണ്ട് പിന്നെ അങ്ങനെയൊക്കെ നിട്ട് മറ്റേ കാലിൽ മുട്ടിച്ച് ഇവന്റെ കാലിൽ ചവിട്ടിയിട്ട് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ റസൂലുള്ള ഓരോ സഫിൽ പറയുന്നത് ആക്കിയിട്ടേ ഈ ഹദീസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കണ്ണുപോലെ വരും. നമുക്കോ ഇങ്ങനെ എവിടെയൊക്കെയോ ചിന്തിച്ചിട്ട് കോട്ടുവായിട്ടായിട്ട് ഹുക്കൂലൊക്കെ പോകുന്നതാണ് ആരോ പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് എന്നാൽ ഈ മനുഷ്യന്റെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്ത് നോക്കിക്കോളെ സുബഹി വരെ. ഇതാണോ അല്ലെ? ഒരു മൊബൈൽ നമ്മളെ കൈ കിട്ടി നോക്കിട്ട് വല്ലാഹി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വല്ലാഹി നിങ്ങളെ കുറ്റം പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. എന്നെയും നിങ്ങളെയും ഈ റമദാനിൽ ഒരു മാറ്റത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ്. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കണം. അത് ഞങ്ങൾ ഈ സംസാരം സ്വീകരിക്കണം. മാറ്റം വരുത്തണേ അല്ലാഹു. അല്ലെ? ഒരു മൊബൈൽ, ഒരു റോഡ്, അടുത്ത റോഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ നമുക്കൊരു പ്രയാസമില്ല, മറക്കില്ല. അത് പരിശുദ്ധ ഖുർആൻ ഒരു ഹർഫ് എത്ര കൂലി കിട്ടും? ഒരു ഹർഫ് കൂലിയാൻ 10 കൂലി സാധാരണ ദിവസം. റമദാനിൽ 1.70. എനിക്ക് കണക്കിന് ഞാൻ മോശമാണ്. നിങ്ങൾ കണക്കിന്റെ ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഖുർആനിലെ അലിഫ് എന്ന് ഓതിയ ലാ മീം എന്ന് ഓതിയ 30 കൂലിയാണ്. അലിഫ് എന്ന് ഓതിയ 10 കൂലി സാധാരണ ദിവസം. റമദാനിൽ 1.70 ചുരുക്കിയത് 700, 7000, 7 ലക്ഷം ആവും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ റമദാനിൽ ഒരാൾ അലിഫ് ലാ മീം ഓതി എത്ര കൂലി കിട്ടും? അലിഫ് എന്ന് ഓതി എത്ര കൂലി കിട്ടും? 700 അല്ലെ? 700 കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ 700 കൂലി കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഖുർആൻ തുടങ്ങി. 2 പേര് വരുമ്പോൾ തന്നെ കൈ നിൽക്കാം. കണ്ണട ഊരിയൊക്കെ വെച്ച് കണ്ണട വെക്കുന്ന ഞാൻ എന്നെ പുറത്തൊരു കണ്ണട ഊരി വെച്ചു. എന്നാൽ ഈ മൊബൈൽ നോക്കി കണ്ണടയും വേണ്ടിയില്ല. എന്തോ ഇങ്ങനെ ചിരിച്ച് സുബഹി വരെ പഠിക്കും. അതിനർത്ഥം എന്താ? താല്പര്യം എവിടെയാണോ അവിടെ നമ്മുടെ മനസ്സ് വളരും. ശരിയല്ലേ? താല്പര്യം എവിടെയില്ലയോ അവിടെ നമ്മുടെ മനസ്സ് തളരും. മാറണ്ടേ നമുക്ക്? ദേഷ്യം പിടിക്കുന്നുണ്ടോ? ഇയാളെന്തിനാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വല്ലാത്ത സംഭവം നമ്മളൊന്ന് ചീത്ത വിളിക്കുന്നില്ല. ഞാൻ എന്നെ കൂടിയാ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തുന്നത്. അതിനൊരു തുടക്കമായി കൂടി നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്യാം? മൊബൈൽ നോക്കാം. പഠനത്തിനാകാം, നല്ല കാര്യത്തിനാകാം. ഏതോ ഒരുത്തൻ റീൽസ് ഇട്ടിട്ട് അവർക്ക് ഇങ്ങനെ ഷെയർ എന്താ പറയാ ഇങ്ങനെ കുറെ ഇത് കിട്ടുന്ന എന്താ പറയാ വ്യൂസ്. അവൻ കുറെ വ്യൂസ് കിട്ടുമ്പോഴത്തേക്ക് എന്തൊക്കെയോ പൈസ കിട്ടുമ്പോഴൊക്കെയാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞോ തെറ്റാണ് എന്നോട് കൊടുക്കണം. അങ്ങനെ ഒരുപാട് പൈസ എല്ലാം കിട്ടും. അവർക്ക് കിട്ടും, നമുക്കെന്താ കിട്ടും? ഓരോ റീൽസ് കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് എന്താ കിട്ടാൻ? ഒന്നും കിട്ടില്ല. അവിടെ ഇഹലോകം പോയി പരലോകം പോയി. അപ്പൊ അതിനൊരു നിയന്ത്രണമാകാൻ ഈ റമദാനിൽ നമുക്ക് കഴിയണം. എനിക്കും എന്റെ പ്രിയപ്പെട്ട നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ചും കഴിയണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ മക്കൾക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. ഇന്ന് കലാംശാന്റെ ജ്യേഷ്ഠന്റെ കൂടെ വന്നു. അതെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഒന്ന് പോകും അടുത്ത്. ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എന്നെ കണ്ടു വെള്ളം വന്നു. കാരണം ഞാൻ എന്റെ ഉമ്മാനെ ഓർത്തുപോയി. കാരണം ഞങ്ങൾക്ക് എപ്പോഴും പോയിട്ട് ഞായറാഴ്ച കൂടുതൽ തിരക്കിലായി പോയി. ഒന്ന് ഉമ്മാനെ അപ്പൊ ഞാൻ പറഞ്ഞു നല്ലൊരു ഇബാദത്താണ് നിങ്ങൾ ജനതയെ പോയിട്ട് വരുന്നത്. മാതാവ് നമുക്കൊരു വികാരമാണ്, പിതാവ് നമുക്കൊരു വികാരമാണ്. അങ്ങനെ ബന്ധം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എനിക്കത് കേട്ടപ്പോൾ തന്നെ എന്തൊക്കെയായി. അങ്ങനെ ഒരു ബന്ധം നമ്മുടെ മാതാപിതാക്കൾ. എന്റെ അമ്മാവന്റെ ഉമ്മാന്റെ കസിനായിട്ടുള്ള അമ്മാവന്റെ പാപ്പയും ഉമ്മയും മരിച്ചു. മരിച്ചപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് ഉപ്പാന്റെ കബർ സന്ദർശിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. കബർ സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോ എന്റെ കൈ പിടിച്ചിട്ട് അമ്മാവൻ പറയുന്നൊരു വാക്കാണ്, കണ്ണുണ്ടാവുമ്പോഴേ കണ്ണിന്റെ വില അറിയും വരുമോനെ. എന്നോട് പറയാം, കണ്ണുണ്ടാവുമ്പോഴേ കണ്ണിന്റെ വില അറിയും വരുമോനെ.
നല്ലോണം നല്ലോണം മുറുക്കെ പിടിച്ചു രണ്ടുപേര്. എന്നോട് മൂപ്പര് വസീയത്ത് ചെയ്യാൻ ഞാൻ വേദനിക്കാത്തൊരു ദിവസമില്ല. ഉപ്പ ആദ്യമേ മരിച്ചു, ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് മരിച്ചു. ഉമ്മാന്റെ കബർ സന്ദർശിച്ചിട്ടാണ്. അപ്പാണ് പറയുന്നത് എന്റെ കൈ പിടിച്ചിട്ട്. അത് വല്ലാത്തൊരു വർത്തമാനമായിരുന്നു. സമാനമായ ഒരു കാര്യം കൂടി, നമ്മള് വനിതാ സമ്മേളനം നടത്തിയിരുന്നു കാഞ്ഞങ്ങാട് ഹുസൈൻ സലഫി വന്ന സമയത്ത് അടുത്ത്. അപ്പൊ എന്റെ ഉമ്മാക്ക് ആൻജിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി AKG ഹോസ്പിറ്റൽ, കണ്ണൂർ AKG ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ കാരണക്കാരനായ ആളാണ് ഹുസൈൻ സലഫി. ഞാനത് പറഞ്ഞോണ്ട് വരികയാണ്. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഹുസൈൻ സലഫിന്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞ കാസറ്റ് എന്റെ വാപ്പ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ എന്റെ വാപ്പയും ഉമ്മയ്ക്ക് മാറ്റം വന്നു. അങ്ങനെ അവർക്ക് തൗഹീദ് കിട്ടാൻ കാരണക്കാരനായ ആളാണ് ഹുസൈൻ സലഫി. അപ്പൊ ഹുസൈൻ സലഫിക്കൊന്നും അറിയില്ല. ഹുസൈൻ സലഫിയോട് ഞാൻ പറഞ്ഞു, അവനൊരു മെസ്സേജ് ഇട്ടു, എന്റെ ഉമ്മ അങ്ങനെ ആശുപത്രിയിലാണ്, ഞാനൊക്കെ എപ്പോഴെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴൊരു ടിക്ക് കാണുന്നു. അപ്പൊ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്, ഞാനിപ്പോ ഷാർജയിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പോവാണ് മുമ്പ്, ഷാർജയിൽ എത്തിയിട്ടേ ഉള്ളൂ, റൂമിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ നിനക്ക് കാണാൻ വൈകി പോയി, ഇപ്പോഴാ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും പറഞ്ഞു വെച്ചാൽ എന്റെ ഉമ്മാക്ക് നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾ കാരണത്താൽ ഹിദായത്ത് കിട്ടിയ ഒരു ഉമ്മയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളെ ദുആയൊക്കെ അവർ വല്ലാതെ ആഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പരും അടുത്തൊരു വാക്കുകയാണ്. ആ കമന്റാണ് ഇന്നും എന്റെ ഹൃദയത്തിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക്. നിങ്ങളുടെ വാപ്പയും ഉമ്മയും ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ? സുഹൃത്തുക്കളുടെ വോയിസ് അത് എന്നോ നഷ്ടപ്പെട്ടു പോയ ഹതഭാഗ്യവാനാണ് ഞാൻ, ഹതഭാഗ്യവാനാണ് ഞാൻ. ആ വിളക്കുകൾ കെടാതെ സൂക്ഷിക്കുക എന്നോട്. എനിക്ക് മുമ്പിൽ വോയിസ് കഴിഞ്ഞിട്ട് വോയിസ് ഇടാൻ പറ്റുന്നില്ല, മെസ്സേജ് ഇടാൻ. ഞാൻ പിന്നെ മെസ്സേജ് ഇടാൻ ആ വാക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ആളാ ഹതഭാഗ്യമാരാണ് ഞാൻ. നിങ്ങൾ രണ്ടും കെടാതെ സൂക്ഷിക്കണം. ഒന്നെന്റെ കുടുംബത്തിലും ഒന്ന് നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു പണ്ഡിതന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കൾക്കൊന്നും ദ്വാരക്കാലം റബ്ബി ഗഫിർലി വലിവാലിദയ്യ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ഞങ്ങളുടെ സംസാരത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും അവർക്ക് വിഷമമായി നമ്മുടെ ജാഹിലിയത്തിൽ വന്നിട്ടുണ്ടാവും. അതിന്റെ പേരിൽ ഞങ്ങൾ നിശേഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും ഒട്ടും കുറയാതെ അവരുടെ കബറിൽ എത്തിച്ചുകൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യ ആഫിയത്ത് ഹിദായത്ത് കൊടുത്തവർ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മാനിപ്പാനും ഓർമ്മ വന്നോ? നമ്മുടെ മനസ്സിൽ വന്നോ? വന്നെങ്കിൽ നിങ്ങൾക്ക് ഈമാനുണ്ട്, എനിക്ക് ഈമാനുണ്ട്. എന്റെ അർത്ഥം അങ്ങനെയാണ്. അതൊന്നും വേണ്ടാത്തത്, എന്തൊന്നും വേണ്ടതില്ല. അവരുടെ പൊരുത്തവും സ്നേഹവും എന്ത് വില കൊടുത്ത് നേടിയെടുക്കണം നല്ല മക്കളായി നാളെ വാപ്പാന്റെ ഉമ്മാന്റെയും പ്രീതിയോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തലിങ്ങളെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും കാരണം കൊണ്ട് മിക്കവാറും നമ്മൾ പ്രശ്നം ഉണ്ടാകുന്നത് സ്വത്ത് തർക്കത്തിലാണ്. ഉമ്മാക്കും ഉപ്പാക്കും ഓനോട് ഭയങ്കര വീതിയാണ്. നമ്മുടെ നാശം, നമ്മുടെ നാട് കാസർഗോഡ് ഭാഷ പറയും, ഓനോട് ഭയങ്കര വീതിയാണ്. ആരോട്? ഇവിടെ പറഞ്ഞതിനോട്. അവന് ഏറ്റവും ബുദ്ധിസാലേ കൊടുത്തത് എനിക്കോ ആ ഒരു സാധനം പോലും നട്ടാൻ മുളയ്ക്കാത്ത ഒരു കരിപ്പാറയും. അതുകൊണ്ട് ആ വാപ്പാനാണ് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് അവർ പഠിച്ചു ആയിക്കോട്ടെ. നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ദ്വാരക്കെന്നല്ലാതെ നമ്മുടെ ഉത്തരവാദിത്വം ഒളിച്ചോടി പോകാൻ പറ്റില്ല. സ്ത്രീകൾ കേൾക്കുന്നുണ്ടോ? അറിയുന്നുണ്ടോ? സ്ത്രീകളായിട്ടുണ്ടാവോ? അള്ളാഹുവിന്റെ തിരുവനന്തപുരം പറഞ്ഞു, വനിസാവും, ചില സ്ത്രീകൾ ഖാസിയാത്തുൻ, വസ്ത്രം ധരിച്ചവരാണ്, ആരിയാത്തുൻ, നഗ്നകളാണ്, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർ കടക്കൂല, വലാ യജിദുന റീഹഹ, സ്വർഗ്ഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭ്യമാവുകയില്ല. കുറച്ച് അത്യാവശ്യം ദീനൊക്കെ മനസ്സിലാക്കുന്ന ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയും, മോളെ നാളെ പരലോകത്ത് നിന്റെ പരലോകം പോകുന്ന കേസാണ്, നീ ഇങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോ, ഓ നിങ്ങളൊരു സംശയം നോക്കിയല്ലേ, നീ മക്കൾ അങ്ങനെയല്ലേ ആൾക്കാരെ വരുമ്പോ നെഞ്ചൊക്കെ മറിച്ചിട്ട് പോണെന്ന് പറയുമ്പോ നിങ്ങളൊരു സംശയം നോക്കി തന്നെ എന്ന് പറയുന്ന സഹോദരിമാരെ ഭാര്യമാരായി നിങ്ങൾ ഉണ്ടെങ്കിൽ
സഹോദരിമാരായി നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടപ്പുറപ്പിനോട് പറയുന്ന സഹോദരിമാരായിട്ടുണ്ടെങ്കിൽ, ബാപ്പാനോടും ഉമ്മാനോടും അങ്ങനെ ഒരു സംശയത്തിന്റെ പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. വഫാത്തിന്റെ സമയത്ത് പോലും പൊന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർത്ത് കരയുമായിരുന്നു. ആരാണവർ? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഒന്ന് പറഞ്ഞോട്ടെ, 2 മിനിറ്റ്. എനിക്ക് ബൈ ചാൻസ് അള്ളാഹു നമുക്ക് സ്വർഗ്ഗം തന്നു, നിങ്ങൾക്ക് സ്വർഗ്ഗം തന്നു. അള്ളാഹുവിനെ കണ്ട് കുട്ടി അള്ളാഹിനുള്ള സ്നേഹമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആരായിരിക്കും? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നോക്ക് കാണണം, അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കണം, അവിടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം. എല്ലാവരും തീർത്ഥത്തില്ലാത്ത ആഗ്രഹമാണ്. അള്ളാഹു നിങ്ങൾക്ക് സാധ്യമാക്കുമാറാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ആമീൻ. അത് കഴിഞ്ഞ് സ്ത്രീ രംഗങ്ങളിൽ നിങ്ങൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത് അറിയോ? റസൂലുള്ളാഹിന്റെ ഖദീജയായിരിക്കും. ഒരു നോക്ക് കാണണം, അവരുടെ അസ്സലാമു അലൈക്കും പറയണം. കാരണം അതൊരു ഭാര്യയായിരുന്നു, അതൊരു ഭാര്യയായിരുന്നു. അറിയണം, ഭാര്യമാരെ നിങ്ങൾ അറിയണം, അതൊരു ഭാര്യയായിരുന്നു. ഭർത്താവിന് താങ്ങും തണലുമായി ജീവിതത്തിൽ മുഴുവനും ഏറ്റവും വലിയ കൈത്താങ്ങായി മാറിയ ഒരു പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു അത്. സഹോദരിമാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് പറയാതിരിക്കാൻ പറ്റൂല. അതൊരു താങ്ങായിരുന്നു, താങ്ങും തണലുമായിരുന്നു. എവിടെ മുതൽ? അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്ന സമയം മുതൽ വഫാത്ത് വരെ താങ്ങും തണലുമായിരുന്നു അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹം വളരെ കഷ്ടപ്പെട്ട് നിർദ്ധനായി അല്ലാഹുവിന്റെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം കഴിഞ്ഞു. ആ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചകളൊക്കെ നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധത ഇഷ്ടപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേഘം തണലിട്ട് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടു. ബഹീറ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, ജൂത പുരോഹിതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ട് വരാൻ പോകുന്ന ഒരു പ്രവാചകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞതും മൈസറത്ത് ആർക്ക് പറഞ്ഞു കൊടുത്തു? ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ നല്ലൊരു വ്യക്തിത്വത്തെയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് ഇദ്ദേഹമായി വിവാഹാലോചന നടത്താൻ എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കുടുംബക്കാരാരെയുണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പൗരപ്രമുഖനായ അബൂ താലിബ് അവിടെയുണ്ട് മക്കത്ത്, അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മഹാനായ അബൂ താലിബ്, റസൂലുള്ളാഹിയുടെ മൂത്താപ്പ അബൂ താലിബ് ഇവരെ സംസാരം കേട്ട് അങ്ങോട്ട് പോവാണ്. പോയി പറഞ്ഞു, ഖദീജ ബീവി നേരിട്ടല്ല പറഞ്ഞു. ഖദീജ ബീവി അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു മുതിർന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു ആണുങ്ങളുമായിട്ട് സംസാരിക്കുക. ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ ജീവിത രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വരനായി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കണം. അങ്ങനെ മഹാനായ അബൂ താലിബിന്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ അബൂ താലിബ് പറഞ്ഞു എനിക്ക് സമ്മതം, എന്റെ മോനെ സമ്മതം കൂടി കിട്ടിയാൽ മതി. കാരണം അങ്ങനത്തെ ഒരു ഇനി ഒരു നിർദ്ധനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ബന്ധം വരാനില്ല. ഏതൊരു പാപ്പയെ ചിന്തിക്കുന്ന, ഒരു മൂത്താപ്പയെ ചിന്തിക്കുന്ന ഒരു കാര്യം. മോനെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, കാരണം അവര് നല്ലൊരു നേതാവാണ്, നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. ആരോട്? 1978 ഒരു പാട്ടിറങ്ങി. 1900 മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. ഈ പാട്ടിനെ വെച്ചിട്ട് കൗമന്തിയും ഒരു ദൃശ്യാവിഷ്കാരം നടത്തി. റസൂലുള്ളാഹിയും ഖദീജ ബീവിയും തമ്മിൽ പ്രണയമായിരുന്നു വരുത്തി നിൽക്കാൻ വേണ്ടിട്ട്. എന്തിന്? കല്യാണത്തിന് മുമ്പ് പ്രണയിക്കാൻ, കണ്ടുപിടിക്കാൻ. അത് വലിയ വിവാദമായി, കേരളത്തിൽ ഭയങ്കര പ്രശ്നമായി ഇപ്പൊ അടുത്ത്. അപ്പൊ അതിന് പാട്ടെഴുതിയിരിക്കുന്ന വിലസിടും നാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെൺകുട്ടിയെ കണ്ടില്ലേ കല്യാണ പാട്ടിലൊക്കെ പോയിട്ട് വിലസ് മനസ്സിലായില്ല, കുട്ടിയൊക്കെ ഇട്ട് പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വിലസുന്നുണ്ടല്ലോ, ആണും പെണ്ണും ആടിപ്പാടി ഇങ്ങനെ വിലസിടും നാരി എന്നാണല്ലോ അതിലുള്ളത് ആ പാട്ടില്. ഇപ്പൊ വിചാരിച്ചു ഖദീജ ബീവി അങ്ങനത്തെ ഒരാളാണ്. വല്ലാഹി ആണോ? അല്ല. ഖദീജ ബീവി അങ്ങനത്തെ ആളല്ല. റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെടാൻ കാരണവും അതുകൊണ്ടല്ല, അവിടെ സത്യസന്ധമായ പെരുമാറ്റവും സ്വഭാവമായിരുന്നു. തിരിച്ചിങ്ങോട്ടു കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയാൻ വേണ്ടി പോവാണ്. ആര്? അബൂ താലിബ്. എന്നത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അബൂ താലിബ്
നിക്കാഹ് ഖുതുബ നടത്തണം. ആരാ നിക്കാഹ് ഖുതുബ? റസൂലുള്ളാഹി നിക്കാഹ് ഖുതുബ നടത്തിയത്? ആരാണ്? ഒരു ഉസ്താദ് പോകണമെന്നില്ല. ആരാണ്? അബൂ താലിബ്. അബൂ താലിബ് ആദ്യം പറഞ്ഞ ഹദീസാണ് അൽഹംദുലില്ലാഹ്. എന്താ പറഞ്ഞത്? അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായിരുന്നല്ലേ അബൂ താലിബിന്? പിന്നത്തെ പ്രശ്നം അള്ളാഹുവിന് വിശ്വാസമുള്ള അബൂ താലിബ് അള്ളാഹിനോടൊപ്പം ആരും പറ്റും? ലാത്ത, ഉസ്സ, മനാത്ത, ഹുബൽ, ഇബ്രാഹിം എല്ലാവരും ചേർക്കും. ഇതല്ലേ ഇവിടുത്തെ സംസ്ഥക്കാരൻ ചെയ്യുന്നത്. അപ്പൊ ആർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? അബൂ താലിബ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ സ്തുതിച്ചിട്ട് പറയുന്നു, എന്റെ മകനുണ്ടല്ലോ ഹറമിന്റെ സംരക്ഷകരായ ഖുറൈശികളുടെ കുടുംബത്തിൽപ്പെട്ട ഹറമിന്റെ സംരക്ഷകരായ നേതാക്കന്മാരിൽ ഒരാളാണ് എന്റെ മകൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉത്കൃഷ്ടമായ സ്വഭാവത്തോടു കൂടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? പുതിയാപ്പിളിനെ കുറിച്ച് നല്ലതൊക്കെ നമുക്ക് വിളിച്ച് പറയാം. പുതിയാപ്പിളിനെ കുറിച്ച്, പുതിയനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം. നമ്മള് നിക്കാഹ് ഖുതുബയിൽ പറയാൻ കുഴപ്പമില്ല. റസൂലുള്ളാഹിയുടെ നന്മകളൊക്കെ പറയാം. ആരെ? അബൂ താലിബ്. അങ്ങനെ പ്രസംഗം കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം നടന്നു. അതാണ് എന്റെ വിഷയം. എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് അബൂജാഹിൽ ഭയങ്കര അസൂയ. കാരണം ഇത്രയും വലിയ നേതൃത്വത്തിലുള്ള ഖദീജ ബീവിനെ ഈ നിർദ്ധനായ മുഹമ്മദ് കെട്ടി, 5 പൈസയ്ക്ക് വകയില്ലാത്ത മുഹമ്മദ് കെട്ടുന്നത് ആർക്ക് സഹിക്കുന്നില്ല. അപ്പൊ അബൂജാഹിൽ കെട്ടി പറയുന്നത് 5 കാശിന് വകയില്ലാത്ത വാക്ക് വിളിച്ച നിർദ്ധനായ ഫക്കീറായ ഒരു വ്യക്തിക്കാണോ ഈ ഇത്രയും വലിയ ധനാഢ്യയായ ഖദീജ പെണ്ണായിട്ട് അല്ലെങ്കിൽ പുതുനാരിയായിട്ട് ഇരുന്നു കൊടുക്കുന്നത്? നിങ്ങൾക്കൊന്നും ലജ്ജയില്ലേ ജനങ്ങളെ ഈ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാമെന്ന രൂപത്തിൽ? ആരുടെ സംസാരം? അബൂജാഹിലിന്റെ സംസാരം. തൊട്ടു പിറകുന്ന ഒരു സ്ത്രീ ശബ്ദം, കർട്ടന്റെ പിറകുന്ന ഒരു സ്ത്രീ ശബ്ദം കാണാം. നിക്കാഹ് കഴിയട്ടെ, അതിന് ഞാൻ മറുപടി പറയാം. ഒരു സ്ത്രീ ശബ്ദം. അങ്ങനെ ആണ് ഹംദ് ചൊല്ലിയിട്ട് ആര് നിക്കാഹ് നടത്തുന്നത്? ആര്? അബൂ താലിബ്. നിക്കാഹ് നടത്തി കഴിഞ്ഞ ഉടനെ കയ്യെല്ലാം കൊടുത്തു. കബിലത്ത് നിക്കാഹ് എല്ലാം സ്വീകരിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഞാനൊന്ന് മുന്നിൽ വന്നോട്ടെ. മഹതിയായ ഖദീജ റളിയല്ലാഹു തആല മുന്നിലേക്ക് വരികയാണ്. കയ്യിൽ വലിയ ഒരു താക്കോലിന്റെ വലിയൊരു കൂമ്പാരം കയ്യിലുണ്ട്. അതെടുത്ത് മുന്നിൽ കൊണ്ടുവച്ചു. എവിടെ? പുതിയാപ്പുഴയും അവരുടെ വക്കാലത്ത് ഏറ്റെടുത്ത അവരുടെ ആളും കൂടി ഇരിക്കുന്ന സദസ്സിൽ മുമ്പിൽ കൊണ്ടുവച്ചു. തൊട്ട് കാണിച്ചു, ഇത്രയും വലിയ അടിമകളാണ്, എനിക്ക് ജോലിക്കാരാണ്. ഈ സമ്പത്തിന്റെ, ഈ താക്കോൽ കൂട്ടങ്ങളുടെ മുതലും ആ കാണുന്ന ആ അടിമകളും എന്റെ ഭർത്താവ് മുഹമ്മദിന്റേതാണ്. അയാൾ ഇന്ന് മുതൽ ധനാഢ്യനാണ്. ഞാൻ ദരിദ്രയാണ്. ആ സ്വത്ത് മുഴുവൻ ആർക്ക് കൊടുത്തു? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്റെ ഭർത്താവിനെ നിങ്ങൾക്ക് പറയുന്നത് ഫക്കീർ എന്ന് പറയുന്നത് ഞാൻ സഹിക്കില്ല. ആ ധനമാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ മാർഗത്തിൽ മുഴുവനും തീർത്തു. ഖദീജയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖദീജ, ഈ കട ഞാൻ എങ്ങനെയാണ് വിട്ട? അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് സ്വർഗത്തിൽ വെച്ചു എന്നെ നല്ലൊരിണയായി സ്വീകരിച്ച റസൂലേ, അതിനേക്കാൾ വലുതൊന്നും എനിക്ക് വേണ്ട. ഹിറാ ഗുഹയിൽ വെച്ച് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 642 മീറ്റർ ഹിറാ ഗുഹയുടെ ആ നീളം. പടിയൊന്നുമില്ല. ഈ പടിയില്ലായിട്ട് പോയി കയറിട്ട് ശരിയാവുന്നില്ല. അവിടെ നിന്ന് 20 മീറ്റർ താഴോട്ടാണ് ഹിറാ ഗുഹയുള്ളത്. മലന്റെ മുകളിൽ കയറിയിട്ട് ഹിറാ ഗുഹയുള്ളത് അവിടെ താഴോട്ട് ഇറക്കത്തില്ല. 20. ഈ സമയത്ത് 3 വട്ടം ഒരു ദിവസം മക്കയിൽ നിന്ന് ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണം ചുമന്നുകൊണ്ട് വരും 55 വയസ്സുള്ള നമ്മുടെ ഉമ്മ ഖദീജ ബീവി. മൈസറത്ത് ചോദിക്കുന്നുണ്ട്, അടിമ ഉമ്മ, ഒരു ഉമ്മ കാണിക്കാം, ഉമ്മ ആ ഭക്ഷണ റസൂലുള്ളാഹിക്ക് ഞാൻ കൊണ്ട് കൊടുത്താൽ പോരെ? ഇല്ല, എന്റെ റസൂലുള്ളാഹിക്ക് എന്റെ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഞാൻ തന്നെ കൊണ്ട് കൈ കൊടുക്കണം. എങ്കിലും എനിക്ക് സമ്മതം ഉണ്ടോ?
3 വട്ടം ഒരു ദിവസം. എന്റെ സഹോദരിമാർ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഭർത്താവ് സാമ്പത്തികമായി വളരെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് കടം വാങ്ങാൻ ഒരു വകുപ്പുമില്ല. ആ സമയത്ത് ഭാര്യമാരോട് ഒന്ന് ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ നിങ്ങൾക്കില്ലേ എന്നൊരു വർത്തമാനെങ്കിലും പറയാൻ പറ്റുണ്ടോ നിങ്ങൾക്ക്? അതൊരു പിൻബലമല്ലേ ഏതൊരു ഭർത്താവിന്? എന്റെ അടുത്ത് ആകെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു 1/4 പവന്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ആയിക്കോളി എന്ന് പറയുന്ന ഭാര്യമാരില്ലേ? അല്ലാഹുവേ, നമ്മുടെ ഇണകൾക്ക് നീ ബർക്കത്ത് ചെയ്യുമാറാകണേ അല്ലാഹ്. അവർക്ക് നല്ല ഭർത്താക്കന്മാരായി മാറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അത്രമാത്രം. എത്രത്തോളം? അതുകൊണ്ടാണ് പറഞ്ഞത്, യുവതികളായ ഭാര്യമാരൊക്കെ റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടും അന്ന് ആയിഷ ബീവി എന്താ പറഞ്ഞത്? ഇത്ര റസൂലുള്ളാഹിനെ പൊന്നുപോലെ നോക്കി. മാത്രമല്ല, ഒന്നുകൂടെ പറഞ്ഞില്ല, ഖദീജ റളിയല്ലാഹു തആല പിന്നെ വഫാത്തായിട്ട് ആബുൽ ഹുസൻ എന്നാണ് യുദ്ധത്തിന്റെ ദുഃഖവർഷം എന്നാണ് ആ കാലം പറയാ. അബൂ താലിബും ആര് ഖദീജ ബീവി ഒരേ വർഷത്തിലാണ് മരിച്ചത്. റസൂലുള്ളാഹിക്ക് 2 തിരിച്ചടിയാണ്. വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു. ആ സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്, റസൂലുള്ളാഹിന്റെ മരുമകൻ, അബൂ താലിബിന്റെ പുത്രൻ, ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹിന്റെ വീട്ടിലായിരുന്നു. റളിയല്ലാഹു അൻഹു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഉമ്മ ഖദീജ ബീവി മരിച്ചത് മുതൽ ഒരു ദിവസം പോലും റസൂലുള്ളാഹി കരയാതെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കരഞ്ഞ് റസൂലുള്ളാഹി ഉറങ്ങുമായിരുന്നു, എന്റെ ഖദീജ, എന്റെ ഖദീജ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ നബിയുടെ അടുത്ത് വർത്തമാനം പോലും പറയാതെ അടുത്തിരുന്നു പോകും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു റസൂലുള്ളാഹിനോട്. വഫാത്തിന്റെ നേരം കേട്ടോ, വഫാത്തിന്റെ നേരം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖദീജ ബീവിന്റെ വഫാത്തിന്റെ നേരം റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഖദീജ ബീവി. റസൂലുള്ളാഹി പറയും, ഇല്ല, അങ്ങേ ഒരിക്കലും ഒന്നും വിഷമിപ്പിക്കൂല. അങ്ങക്ക് ഇനിയും നല്ല ഭാര്യമാരുണ്ടാവും, എന്നെക്കാളും നല്ല ഭാര്യമാർ അമ്മ തരും, മക്കളും തരും, അങ്ങ് വിഷമിക്കല്ലേ. അപ്പോ അള്ളാഹുവിന്റെ തോന്നണേ ഹൃദയം ഇങ്ങനായി പോയി. ആ ഖദീജ ബീവി റസൂലുള്ളാഹി ഓർത്തോണ്ടിരിക്കുന്നു. ആയിഷ ബീവിയുടെ മടിയിൽ ഭാര്യ ആയിഷ ബീവിയുടെ മുഖസ്തികളുടെ മകൾ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട 2ാമത്തെ ഭാര്യ. റസൂലുള്ളാഹി കന്യകയായി ആകെ കല്യാണം കഴിച്ചവരാണ് ആരെയുള്ളൂ? എല്ലാവർക്കും അറിയാലോ, ആയിഷ ബീവി മാത്രം. ആ ആയിഷ ബീവിന്റെ മടിയിൽ ഇങ്ങനെ കിടന്നിട്ട് ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ തലയിൽ എണ്ണ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോ ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാടി മടിയിൽ എഴുന്നേറ്റ് പറയാൻ, അല്ലാഹ് എന്റെ ഖദീജ. എന്താ പറഞ്ഞേ? അല്ലാഹ് എന്റെ ഖദീജ. അപ്പോ റസൂലുള്ളാഹി പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹ്, ഇത് ഹാലയായിരുന്നു. ഞാൻ വിചാരിച്ച് എന്റെ ഖദീജയായിരുന്നു. ഹാല എന്ന് പറഞ്ഞാല് ഖദീജ ബീവിയുടെ സഹോദരിയാണ്. ചില സഹോദരിമാരെ കണ്ടില്ല, നിങ്ങൾ ഇരട്ട പെറ്റ പോലെ ഉണ്ടാവും. ഇരട്ടല്ല, അത്രയ്ക്ക് സാമ്യം ഉണ്ടാവും. അപ്പൊ റസൂലുള്ളാഹി വിചാരിച്ചു ഖദീജ നടന്നു വരികയാണ്. അപ്പോൾ ആയിഷ പറയുന്നു, റസൂലുള്ളാഹിയോട് ആ സമയത്ത് തോന്നിയ ദേഷ്യം എനിക്ക് വേറൊരു ഭാര്യമാരോട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞ ഭാഷ ഹദീസിൽ ഞാൻ എടുത്തരാൻ സമയമില്ല. എന്താ പറഞ്ഞറിയോ? പല്ല് കൊഴുങ്ങി മോണ ചുവന്ന ആ കിളവിയെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുകയാണോ? അള്ളാഹു താങ്കൾക്ക് ഒരുപാട് നല്ല നല്ല ഭാര്യമാരെ തന്നിട്ടില്ലേ? ഇപ്പോഴും ആ കിളവിയെ ഓർത്തോണ്ടിരിക്കുകയാണോ? അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ഒരു ദേഷ്യം അടക്കി, ആയിഷ, എന്റെ ഖദീജയെ പറയരുത്, അത് ഞാൻ സഹിക്കൂല. എനിക്ക് ദുനിയാവിൽ എത്ര സ്ത്രീകൾ തന്നാലും ഒരിക്കലും അവർക്ക് പകരമാവില്ല. എന്റെ കള്ളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹിന്റെ അടുത്ത് പോയി, ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് അള്ളാഹിന്റെ അടുത്ത് പോയി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്നിൽ ആദ്യമായി വിശ്വസിച്ചവരാണ്. എന്നെ കള്ളനെന്ന് ജനങ്ങൾ മുദ്രകുത്തിയപ്പോൾ ആദ്യം വിശ്വസിച്ച ആണുങ്ങളിലും പെണ്ണുങ്ങളിലും എല്ലാത്തിലും വെച്ച് ആദ്യം വിശ്വസിച്ചവർ അവരാണ്. പിന്നെയാണ് അവസ്ഥിക്കുന്നത്. ആദ്യം വിശ്വസിച്ചവരാണ് ഖദീജ ബീവി. ആദ്യം വിശ്വസിച്ചത് അവരാണ്. എന്നെ നിർദ്ധനം എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയപ്പോ, തമാശയാക്കിയപ്പോ ആ സ്വത്ത് മുഴുവൻ എനിക്ക് തന്നിട്ട് എന്നെ ഫഖീറാണ്, ഞാൻ ദരിദ്രയാണ്, നിങ്ങളാണ് റസൂലുള്ളാഹി ഗനി, സമ്പന്നൻ എന്ന് പറഞ്ഞിട്ട് ആ സ്വത്ത് മുഴുവൻ എനിക്ക് തന്ന ആളാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എനിക്ക് അവരിലൂടെയാണ് മക്കൾ ഉണ്ടായത്. ഖദീജ ബീവിയോടാണ് റസൂലുള്ളാഹിക്ക് മക്കൾ ഉണ്ടായത്. അവർ ചെയ്ത സേവനത്തിൽ നിങ്ങൾ ആരും
തുല്യരാവില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, സഹോദരിമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നാളെ അവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിസ്കാരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സക്കാത്ത് നോമ്പിന് കറക്റ്റ് ആണെങ്കിൽ വേറൊരു അമൽസാലിയാതെ നിങ്ങളുടെ കയ്യിൽ വേണ്ട. അള്ളാഹു ഏതൊരു സ്ത്രീയാണ് മാത്രം അവൾ മരിച്ചുപോയി അവളുടെ ഭർത്താവ് അവരെ സംബന്ധിച്ച് സംതൃപ്തയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവളുടെ സ്വർഗത്തിലാണ്. നമുക്ക് സ്ത്രീകളെ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ വലിയ പണിയാണ്. കാര്യം എന്താ? അല്ലോ എന്തൊക്കെ ഹിസാബ് നോക്കണം, സമ്പാദിച്ചത് എവിടെ നിന്ന്, എങ്ങനെ ചെലവഴിച്ചത്, ഹറാമുണ്ടോ ഹലാലുണ്ടോ, എന്തെല്ലോ പണികൾക്ക് ഞങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെന്ന് വേണ്ട. ഭർത്താവിനോട് പറയാൻ ഞങ്ങൾ ഹലാലെ തരാൻ പാടുള്ളൂ, ഹലാല് കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബാക്കി നിങ്ങൾ പഠിച്ചോണ്ടായിരിക്കും. ഭർത്താവിനെ അനുസരിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ സ്വർഗം. നിങ്ങൾ ഭാഗ്യവതികളാണ്. നിങ്ങൾക്ക് ഈ ഓഫർ ഒരുക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങളെക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ടവർ നിങ്ങളാണ്. അല്ലാഹു റസൂലുള്ളാഹിനെ മത്സരിച്ച് സ്നേഹിക്കുന്നവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. അള്ളാഹിന്റെ തിരുതൂതർ മുന്നിൽ വെക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു മാറ്റത്തിന്റെ റമദാനാക്കി കൊണ്ടുവരാൻ, ഹബീബിനെ നെഞ്ചിലേറ്റുന്ന മുത്തക്കികളായി മാറാൻ അല്ലാഹു ഞങ്ങൾ എല്ലാവരും നീ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളത് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ നീ പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ. അല്ലാഹു ഞങ്ങളുടെ ഇണകൾക്ക് നീ ആഫിയത്ത് നൽകുമാറാകണേ. അല്ലാഹു മക്കളെല്ലാം പറന്നു പോകും. ഞാൻ പറയും, ഞാൻ അസറ്റാനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, മക്കളെല്ലാം പറന്നു പോകും. നമുക്ക് നമ്മളെ കൈപിടിക്കാൻ അവരെ ഉണ്ടാവുള്ളൂ. അല്ലാഹു രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും, അസറ്റാക്കും അസറ്റാന്റെ ഭാര്യയ്ക്ക്, നമുക്ക് നമ്മുടെ ഭാര്യമാർക്കും കരുത്തോടുകൂടി പരസ്പരം താങ്ങും തണലുമായി മാറാൻ എന്ന തൗഫീഖ് നൽകട്ടെ. അതിനൊറ്റ വഴിയേ ഉള്ളൂ. എന്റെ കൂട്ടത്തിൽ ചെറുപ്പക്കാരായ ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ട്. ഞാൻ 40-47 വയസ്സ് ആയതാണ്. നിങ്ങളൊക്കെ 30 വയസ്സ് 35 വയസ്സൊക്കെ ഉള്ളവരാണ്. തുടങ്ങി വരുന്നവരുടെ കുടുംബം അല്ലേ? പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിവി താഴത്ത് തണലുമാകാൻ കാരണമുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയായിരുന്ന നിലയ്ക്ക് സർവ്വ ബഹുമാനവും ആർക്ക് കൊടുത്തിരുന്നു? ഭാര്യയ്ക്ക് കൊടുത്തിരുന്നു. ആ ഭാര്യയാണെങ്കിലോ അല്ലാഹു റസൂലിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കരുതി കൂട്ടി വിഷമിപ്പിക്കാത്ത കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. നമ്മുടെ നല്ല സമയത്ത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീടുന്ന സമയത്ത് അതങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാം, നിങ്ങൾ കാലം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ക്ഷമയും അല്ലാഹുവിന് വേണ്ടി സ്വബറും, അങ്ങനെ അവരുടെ തൃപ്തി നമുക്ക് നമ്മുടെ തൃപ്തി അവർക്ക് കിട്ടിയ ഒരു ജീവിതം അല്ലാഹുവിനെ സാധ്യമാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ കൊടുത്തായിട്ട് നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു കൊടുത്തുമാറാകട്ടെ. അസച്ചാന്റെ ഒരു ചോദ്യം, ബാക്കിയെല്ലാം ചെറുപ്പക്കാരൻ സച്ചാന്റെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞില്ല നേരത്തെ. അല്ല, ഈ പട്ടികളുള്ള വീട്ടിലേക്ക് മലക്കൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അത് വീട്ടിനുള്ളിൽ പ്രവേശിപ്പിച്ചാൽ ഗേറ്റിന് പ്രശ്നമില്ല. ഗേറ്റിന് പ്രശ്നമില്ല. മലക്കൽ മൗത്തിനല്ലേ? മലക്കൽ മൗത്തല്ല റഹ്മത്തിന്റെ കാരണം. മലക്കൽ മൗത്തല്ല. മലക്കൽ മൗത്തിന് പട്ടിയല്ല, പന്നിയല്ല. ഈ കക്കൂസിനകത്തായാലും ഈ സിനിമാ തിയേറ്ററിലായാലും ഇനി എവിടെയായാലും മലക്കൽ മൗത്ത് എന്തായാലും വരും. കൂടെ സബാനിയാക്കളായ ശിക്ഷയുടെ മലക്കൾ വരും. നോക്കണേ, അതോ നമ്മള് ഈ ഹറാമ് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് മരിച്ചു വയ്ക്കലും കൂടി ഞാനെന്ന് ചിന്തിച്ചു, എല്ലാ മലക്കളൊക്കെ ഇത് ബാധകാണെങ്കിൽ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കൾ, ജിബ്രീൽ ഇസ്ലാമിനെ പോലെ കാരുണ്യത്തിന്റെ മലക്കൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. നിങ്ങൾക്ക് പാടില്ല. മലക്കുൽ മൗത്തിന് ഇത് ബാധകമല്ല. ക്ലിയർ ആയിട്ട് ഹൈലാക്കുമാറാകട്ടെ. നമ്മുടെ ഇപ്പോൾ ഇരുത്തം അല്ലാഹു ഇഷ്ടപ്പെട്ട ഇരുത്തമാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാവങ്ങൾ അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് വരെയാണ് വരുന്ന സമയത്ത് നമ്മുടെ കാഞ്ഞങ്ങാട്ടുള്ള ദാറുൽ ഖുർആൻ ഇവിടെ ഒരു കാര്യം എനിക്ക് ചോദിച്ചാൽ, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് അല്ലാഹു തരുന്നത് നമുക്ക് തരട്ടെ. നിങ്ങൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക പ്രയാസത്തിൽ ഞെരുങ്ങാണ് അവർ. ഒരുപാട് കളക്ഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് കഴിയുന്നില്ല. ദാറുൽ ഖുർആൻ വേറെ ഒരു സംഭവം. അപ്പോ അവരോട് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം, അത് കിട്ടുന്നത് നിങ്ങൾ വാങ്ങാം. ഞാൻ പറഞ്ഞു, ആ ഒരു പേപ്പറൊക്കെ എടുത്തു, ഇത് എന്താ ഉള്ളത് നിങ്ങൾ ഒപ്പമൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ ഇത് തന്നിട്ട് സഹകരിക്കാം.
അള്ളാഹു കബൂൾ ചെയ്യുവാനാകട്ടെ. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നത് ഏറ്റെടുത്താണ്. ഞാൻ ഇവിടെ വരുന്നുണ്ടല്ലോ, പോകുന്നിടത്തേക്ക് പോകാനുള്ള രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് അതുമായിട്ട് അതിന്റെ കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്താണോ എടുക്കാൻ പറ്റുന്നത് അതിൽ തരിക. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ആയിരക്കണക്കിന് പ്രയാസങ്ങൾ ദൂരീകരിക്കും. ഇനി ഇല്ലാത്തവരെ ഞാൻ ഒരിക്കലും അത് നിർബന്ധിക്കുന്നില്ല, ഇത് മാത്രം കൊടുത്താൽ മതി. അള്ളാഹു നമ്മുടെ സമ്പത്ത് ഏറ്റിയേറ്റ് നൽകുമാറാകട്ടെ. ഒരു ഉപദേശം കൂടി പറയട്ടെ, പ്രത്യേകിച്ച് എല്ലാ പള്ളികളിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജംആയിട്ട് ഇരിക്കാനുള്ള സ്വഹാബികൾ ഒരു ശൈലിയായിരുന്നു. മസ്ജിദ് നബവി നമുക്ക് ഈ സംഭവം കാണാം, ഇപ്പോഴും കാണാം. നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച്, വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മളൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന്, അപ്പോൾ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ജമാഅത്ത് കൂടി നമുക്ക് നഷ്ടപ്പെടും. ശരിയല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാ മഹല്ലിലും പറയാറുണ്ട്, നിങ്ങളോടും ഞാൻ പറയണം, നിങ്ങളുടെ അവസ്ഥയിലേക്ക് അറിഞ്ഞൂടാ, അള്ളാഹു ആയാലും ഏതായാലും അത് പാലിക്കൂലേ? അത് പാലിക്കണം. അപ്പൊ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ഇണക്കും, നമുക്ക് സ്നേഹം ഉണ്ടാക്കി തരും. അള്ളാഹു നമ്മുടെ മാത്രമല്ല, ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനും പറയാനും ഒക്കെ ഒരു നല്ലൊരു കാര്യം കൂടിയാണ്. ഒരുമിച്ചൊരു നോമ്പ് തുറക്കാം. നോമ്പ് തുറക്കുമ്പോൾ ഈ സാധനം വേണമെന്നില്ല, ഈത്തപ്പഴം കാര്യങ്ങൾ അത് മതി. ഇത് ഒരുമിച്ചിരുന്ന ഒരുമിച്ച് നോമ്പ് തുറക്കാം. അപ്പൊ ജമാഅത്തും കിട്ടി, സുന്നത്തും കിട്ടി. ആ ഒരു ശൈലി നമുക്ക് കൊണ്ടുവന്നൂടെ? സ്വഹാബികളുടെ ശൈലി പറ്റുമോ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നല്ല സ്നേഹവും ഐക്യവും ഒത്തൊരുമയുമുള്ള നല്ലൊരു മഹലാക്കി നമ്മുടെ മകനെ അള്ളാഹു തരുമാറാകട്ടെ. അള്ളാഹുവെ, ഇലകൾ കൊഴിയുന്നത് പോലെ ഞങ്ങളെ പാപങ്ങൾ കുടിച്ച് നമുക്ക് റമദാൻ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളത് ശുദ്ധിയാക്കി തരണം. ആരൊക്കെ ഇനി ആയുസോടെ ജീവിക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ ഒരുപാട് പേർ അസുഖബാധിതരാണ്. ഈ കൂട്ടത്തിലുള്ള മിക്ക ആളുകൾ, ഞാനടക്കം അവർ അസുഖത്തിലാണ്. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, ചാരി ഇരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനടക്കം നിങ്ങളുടെ അസുഖം ഞാൻ അറിയില്ല. അള്ളാഹു നിങ്ങളുടെ ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ എല്ലാ അസുഖങ്ങളും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ഷാഫിയായവർക്ക് ശിഫ നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ ഇണകൾക്ക് ശിഫ നൽകണേ അള്ളാഹ്. മാതാപിതാക്കൾക്ക് ശിഫ നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ശിഫ നൽകണേ അള്ളാഹ്. സമാധാനം നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ സക്കാത്തുകൾ സ്വീകരിക്കണേ അള്ളാഹ്. സ്വതക്കങ്ങൾ സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. അള്ളാഹു ഇവർ തറാവിഹുകൾ കൃത്യമായി റാഹത്തോടെ നിസ്കരിക്കാൻ, ഖിയാമുൽ ലൈൽ തറാവിഹ് നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ നീ ഭാഗ്യം തരണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങൾ സംസാരിച്ചിട്ട് കബൂൾ ചെയ്യുമാറാകണേ അള്ളാഹ്. ഇത് സംവിധാനിച്ച ഈ മഹല്ലുകാർക്ക് എല്ലാവർക്കും, എന്നെ കൊണ്ട് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് റഹ്മത്ത് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ, ബിസിനസ്സുകളിൽ ഹലാലായ ബർക്കത്തുകൾ, അതുപോലെ തന്നെ ശമ്പളങ്ങളിൽ ഹലാലായ ബർക്കത്തുകൾ ഏറ്റിയിട്ട് നൽകുമാറാകണേ. കടങ്ങളെ പരിപൂർണ്ണമായിട്ട് മാറ്റി തരണം അല്ലാഹുവേ. ഞങ്ങളുടെ വീട് സ്വന്തമായി നടക്കുന്ന വീട് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഇഹലോകത്തും പരലോകത്തും ഉപയോഗിക്കുന്ന സന്താനങ്ങളാക്കി ഞങ്ങളുടെ സന്താനങ്ങളെ മാറ്റണേ അല്ലാഹ്. പഠിച്ചവരെ, നമ്മുടെ മക്കൾ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള നല്ല കോമൺ സെൻസ്, തഖ്വ നമ്മുടെ പൊന്നു മക്കൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. ഇണകൾക്ക് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ എന്റെ സഹോദരന്മാർ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്ന് എല്ലാവർക്കും നിങ്ങൾ നൽകണേ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.